പൗലോസ്ലീഹ വളരെ വ്യക്തമായി എഫെസ് ലേഖനത്തിൽ നമ്മോട് പറഞ്ഞു. സ്തോത്രം. ദൈവത്തിന്റെ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു. കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് അടുത്തൊരു വാക്യങ്ങൾ ഞാൻ എടുത്തു തന്നു. പിശാച് നിങ്ങളെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ ഇതിന്റെ വേദഭാഗം വെച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമുക്കൊരു ഭാഗം വരെ എത്തി. പിശാച് മനുഷ്യന്റെ ഹൃദയങ്ങളെ ഇതൊടുക്കുന്നു, കവരുന്നു, കൈവശമാക്കുന്നു. നമ്മള് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം അനന്യാസിന്റെയും സഫീറയും ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ ദൈവത്തിന്റെ ഭൃത്യനാകുന്ന പത്രോസ്ലീഹ ചോദിക്കുകയാണ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താന്റെ ഹൃദയത്തെ കൈവശമാക്കിയത്. ഹൃദയം കൈവശമാക്കുന്ന അനുഭവം, അവന്റെ തന്ത്രത്തെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇവൻ ആരാണ് എന്നും യെഹെസ്കേൽ പ്രവാചകൻ, യെശയ്യാ പ്രവാചകൻ ആദ്യ പ്രവാചക പുസ്തകങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതെല്ലാം ആമീൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഇവൻ നമ്മുടെ ഹൃദയത്തെയാണ് ആദ്യം എന്തൊടുക്കുന്നത്, കവർന്നത്. ഹൃദയം കവർന്നാൽ പിന്നെ നമ്മൾ അവന്റെ വലയിൽ അങ്ങ് വീഴുകയാണ്. പ്രൈസ് ഗോഡ്. ഈ വലയിൽ വീഴുമ്പോഴാണ് ഇവൻ നമ്മളിൽ പ്രവേശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മളിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി ഒരുമിച്ച് പെസഹ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്കതിനെ അല്പം കൂടെ ഗ്രഹിക്കാനായിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. ഞാൻ കപ്പകണ്ടം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. അടുത്തത്, കണ്ണം മുക്കി ശീമോൻ ഇസ്കരിയോത്താവിന്റെ മകനായ യൂദായിക്ക് കൊടുത്തു. കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. കണ്ണം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പിശാച് ഇപ്പം അവനെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ടുള്ള ചില പ്രവർത്തന പന്ഥാവിലേക്ക് വരികയാണ്. നമ്മളിവിടെ നമ്മുടെ കർത്താവിന്റെ പെസഹായെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മൾ ഈ കാണുന്ന രീതി ആയിരുന്നില്ല പൂർവ്വകാലങ്ങളിലെ യഹൂദന്റെ പെസഹ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവവചനം പഠിച്ചാൽ കർത്താവ് ഈ യൂദായ്ക്ക് തിരുമേശ കൊടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം ഈ പെസഹായ്ക്ക് ഒരുക്കുന്ന 2 അപ്പങ്ങളുണ്ട്. ഇതിൽ ഒരപ്പം എടുത്ത് മുറിച്ചാണ് എന്തോടുത്തെ സ്തോത്രം യൂദയ്ക്ക് ചാറിൽ മുക്കിക്കൊടുത്തേ. ചാറെന്ന് പറഞ്ഞേ അതിലേക്ക് ഒത്തിരി പറയാനുണ്ട്. നിങ്ങളൊന്നും പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അത് പ്രത്യേകമായ ഒരു ചെടിയുടെ കാ കൊണ്ടുവന്ന് അരച്ച് ഒരു കയ്പോട് കൂടിയ അനുഭവം. അതിന്റെ അർത്ഥം മിസ്രൈമിൽ വെച്ച് അവരനുഭവിച്ച ആ കയ്പിനെ കുറിക്കുന്ന ആ ചാറിൽ മുക്കി കൊടുത്തു. സ്തോത്രം. അതിനുശേഷം പ്രൈസ് ഗോഡ് ഇത് സംഭവിക്കുന്നത് അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇത് സംഭവം രാത്രിയിലാണ്. സ്തോത്രം. കണ്ടില്ലേ 30-ാമത്തെ എന്താ എഴുതിയിരിക്കുന്നത്? അപ്പോൾ രാത്രിയായിരുന്നു. പ്രൈസ് ഗോഡ്. ഈ രാത്രിയിൽ ഇദ്ദേഹം നേരെ അങ്ങ് പോവാം. എങ്ങോട്ടാ പോന്നേ? പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തൊരു രഹസ്യം കിടപ്പുണ്ട്. ഈ രഹസ്യം എന്ന് പറഞ്ഞാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള ഭാഗവും മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും നമുക്ക് കാണാൻ കഴിയുന്ന യേശു കുഷ്ഠരോഗിയായി ശീമോന്റെ വീട്ടിൽ ഇരിക്കുന്നു. പ്രൈസ് ഗോഡ്. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ അതിന്റെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകുന്നു. ചുമ്മാതൊന്നും അല്ല, വെറുതെ അല്ല. ഒരു ദിവസം ഈ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ ഭക്ഷണത്തിനായി നമ്മുടെ കർത്താവിനെ ക്ഷണിക്കുന്നു. കേട്ടോ വിധവാ? സ്തോത്രം. ഇങ്ങനെ ക്ഷണിക്കുന്ന സാഹചര്യങ്ങളിൽ യേശു ക്രിസ്തു അവന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ വെങ്കൽ ഭരണി തൈലം കൊണ്ടുവന്ന് ആമേ സ്തോത്രം
ഈ സ്വച്ഛജടമാംസി തൈലം കൊണ്ടുവന്ന് എന്തോ കൊടുത്തു? അവന്റെ തലയിൽ ഒഴിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ 2 ഭാഗങ്ങൾ പറഞ്ഞേ. മർക്കോസിന്റെ സുവിശേഷം 14-10 വാക്യം താഴോട്ട് നോക്കിയാൽ ആമേൻ സ്തോത്രം 30 കണ്ടോ? സ്ത്രീയെ അസഹ്യപ്പെടുത്തുന്നത്. അപ്പൊ ഇവരെല്ലാരും ഇവിടെ ചേർന്ന് എന്ത് കൊടുത്തെന്നറിയാമോ? ഈ കർത്താവ് ഇവിടെ അവരെ ചോദിക്കുകയാണ്, എടാ ഇത്രയും വലിയ ഈ പരിമള തൈലം കർത്താവിന്റെ തലയിൽ ഇപ്പോൾ ഒഴിക്കേണ്ട കാര്യമല്ല. ഈ വെറും ചെലവ് എന്തിന്? ഇതാണ് വിഷയം. വെറും ചെലവ് എന്തിന്? കർത്താവ് പറഞ്ഞു, അവരോട് പറഞ്ഞു, ദേ നിങ്ങൾ അവളെ അസഹ്യപ്പെടുത്തരുത്. അവൾ എങ്കിൽ വലിയ പ്രവൃത്തിയാ ചെയ്തത്. സ്തോത്രം. അവൾ എന്റെ ശവസംസ്കാരത്തിനായിട്ട് അത് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ നിന്നൊരു കാര്യം പറയാം. നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ വല്ലതും ചെയ്യുന്നെങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇത് മരിച്ചു കഴിഞ്ഞ് അങ്ങോട്ട് എന്റെ ദൈവമേ എന്റെ ബഹളമാണെന്നറിയോ? എത്ര പൈസ വേണേലും നാട്ടുകാരെ കാണിക്കാൻ പൊടിക്കും, ഇല്ലയോ? ഇവിടെ കാര്യമില്ലല്ലോ. ഞാൻ കുരിശുമൂട്ടി ഇന്ന് പ്രസംഗിക്കുന്ന പോലെ ഇരിക്കുന്നില്ല. ഞാൻ പറഞ്ഞിട്ട് ഉദ്ദേശത്തിൽ ശ്രദ്ധിച്ചോണ്. ജീവിച്ചിരിക്കെ തന്നെ അവൾ എന്തോട് ചെയ്തു? യേശു ക്രിസ്തുവിന്റെ ശവസംസ്കാരത്തിനായിട്ടുള്ള തൈലം അവന്റെ മേൽ ഒഴിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നിന്നൊരു ആത്മദൂത് പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള മാതാപിതാക്കൾക്ക് അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ ചില കാശ് അയച്ചു കൊടുക്കാതെ, പ്രൈസ് ദി ലോർഡ്, ഇവിടെ ഉള്ളത് മുഴുവൻ തല്ലി പൊട്ടിച്ച്, ദൈവത്തിന്റെ സ്തോത്രം, അവരെ നോക്കാതെ ഇരിക്കുന്ന സാഹചര്യമല്ല, മറിച്ച് മരിച്ചു കഴിഞ്ഞങ്ങോട്ട് ചെന്നിട്ട് സ്തോത്രം എന്റെ അച്ചാച്ചോ അമ്മച്ചിയോ എന്നൊക്കെ വിളിച്ച് നാട്ടുകാരെ കാണിച്ച്, പ്രൈസ് ദി ലോർഡ്, ഒരു ചെറിയ സ്തോത്രം പൊടിവിളക്ക് വിളക്കി തിരിച്ചു കയറി പോകുന്ന സാഹചര്യമാകാതെ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള രാമൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ എത്ര ശ്രദ്ധയോടെ വളർത്തുന്നു, ഇതുപോലെ നിങ്ങളുടെ മാതാപിതാക്കളെ വളർത്തി സ്തോത്രം അവരെ ദുഃഖിപ്പിക്കരുത്. അവര് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ വഴക്ക് പറഞ്ഞിരിക്കുക, ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ മാതാപിതാക്കൾ ആരും, നമ്മുടെ അപ്പനും അമ്മയും ആരും തിന്മയ്ക്കായിട്ട് പറയത്തില്ല, പറയോ? എല്ലാം എന്തിനാ? നന്മയ്ക്കായിട്ടാ. തിരിച്ചറിയാൻ കഴിഞ്ഞോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കർത്താവ് പറഞ്ഞൊരു കാര്യം, സ്തോത്രം, ഈ വെറും ചെലവ് എന്ന് പറഞ്ഞിട്ട് വിശ്വതാഴ് സുവിശേഷം നമുക്ക് കാണാൻ കഴിയുന്ന 26 ഇതൊരു 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാമല്ലോ. ഇവരുടെ കമന്റാ. ഓ, ദരിദ്രന്മാരെ കുറിച്ചുള്ള അവരുടെ ചിന്ത അറുത്ത കൈക്കൊപ്പെടാത്ത ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കക്ഷികളാ പറയുന്നേ ഇത് വിറ്റിട്ട് എന്തോട് കാരണോ? സ്തോത്രം. ഈ കമന്റ് അടിച്ചത് ആമേൻ സ്തോത്രം ഒരു ചരിത്രകാരൻ പറയുന്നു, നമ്മുടെ യൂത. ഏത് കമന്റ്? 300 വെള്ളിക്കാശ്. എന്താണെന്നറിയോ? പണസഞ്ചി ഈ കക്ഷിയുടെ സ്തോത്രം. 10 പൈസ ഇതിനകത്ത് വീണാലെ പുള്ളി അതൊക്കെ എടുക്കുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്, ആരും അറിയാതെ. മനസ്സിലായോ? അപ്പൊ ഇതിനകത്തൊന്ന് പുള്ളിക്ക് ഇസ്കളമെന്നൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അല്ല, ദരിദ്രനെ കൊണ്ടൊന്നും വലിയ സ്നേഹം ഉണ്ടായിട്ടോ ത്യാഗമനോഭാവം ഉണ്ടായിട്ടൊന്നുമല്ല. പുള്ളിക്ക് ഒരല്പം കൈയിട്ട് വരുന്ന ഉണ്ടായിരുന്നു, അല്ലേ? സ്തോത്രം. അപ്പൊ ഈ സാത്താൻ കിടക്കുന്ന ഒരു മേഖലയാണ് കൈയിട്ട് വരുന്നത്. സ്തോത്രം. ഞാനീ പറയുമ്പോ എല്ലാവർക്കും കൂടെ ഉള്ള ദൂരൂടാ കേട്ടോ. ചോദ്യം ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചാലേ ഞാൻ പറയുന്നത് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ സ്തോത്രം. അപ്പോൾ എന്റെ കർത്താവ് പറഞ്ഞു, ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഇച്ഛിക്കുമ്പോഴൊക്കെ അവർക്ക് ചെയ്യാനും പറ്റും, പക്ഷെ ഞാൻ എല്ലായ്പ്പോഴും ഇല്ല. ദൈവത്തിന്റെ സ്തോത്രം. ഈ സാഹചര്യത്തിന്റെ മുഖത്ത് ഇവനൊരു ഷെയ്മായി. അന്ന് മുതൽ പുള്ളി ഇങ്ങനെ നോക്കി നടക്കുക, ഇയാൾക്കൊരു പണി കൊടുക്കണം. ആർക്ക്? ഇങ്ങനെയാണെന്നല്ലോ മാസ്റ്റർമാർ വരെ വഴക്ക് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്തയുണ്ട്, പുള്ളിക്ക് എപ്പോഴെങ്കിലും നോക്കി കഴിഞ്ഞാൽ ഒരു പണി കൊടുക്കും. അയ്യോ, നശിക്കാൻ വേറെ വഴിയൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. മനസ്സിലായി? നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കണം, നിങ്ങളുടെ പാസ്റ്റർമാരെ സ്നേഹിക്കണം,
സ്തോത്രം, അവരുടെ കയ്പായിട്ടിരിക്കരുത്. ഞാനൊന്നും വെറുതെ പറയുന്നതല്ല പ്രിയപ്പെട്ട, ഈ ദൈവത്തിന്റെ ദാസൻ നിങ്ങളുടെ കണക്ക് തമ്പുരാന്റെ അടുക്ക ബോധിപ്പിക്കുന്നു. ഇത് മനസ്സിലായി? ഈ ദൈവത്തിന്റെ ദാസൻ നിങ്ങളുടെ കണക്ക് ദൈവത്തിന് നിങ്ങൾ എന്തെടുത്ത് വായിച്ചേ? എബ്രായ ലേഖനം 13-17 വാക്യം. എബ്രായ ലേഖനം 13-17 വാക്യം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവർ ആകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചു കൊണ്ടിരിക്കുന്നു. അതവർ ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ. അല്ല ഞാൻ നിങ്ങൾക്ക് എന്തും നല്ലതാണ്. അല്ല ഞാൻ നിങ്ങൾക്ക് എന്തും നല്ലതാണ്. നല്ലതാണെന്നല്ല എഴുതിയിരിക്കുന്നത്. അല്ല, മനസ്സിലായോ? ഇതുകൊണ്ട് നിങ്ങളുടെ ദേവദാസനെ ഇത് എല്ലാ ദൈവം കൂടെ ഉള്ളപ്പോൾ പറയേണ്ട വിഷയമാണ്. നിങ്ങളുടെ ദേവദാസനെ എന്തോ ഒക്കെ ചെയ്യരുത്. ആ ഒരു ബോധം എപ്പോഴും എൻ്റെ കർത്താവിൻ്റെ ദാസന് തമ്പുരാന്റെ മുമ്പിൽ എൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. കർത്താവിൻ്റെ ദാസനെ ഞാനായിട്ട് വിഷമിപ്പിക്കരുത്. പ്രൈസലോ. ദേവദാസൻ ഇങ്ങോട്ട് നോക്ക്. ദേവദാസന്മാരുടെ കണ്ണിൽ നിരുന്ന് വാങ്ങിക്കരുത്. സൂത്രം സത്യമാണ്. ഞാൻ കഷ്ടപ്പെട്ട് ദൈവമക്കളെ കൊണ്ടുവന്നിട്ട് എൻ്റെ മനസ്സ് വേദനിച്ച ഞാൻ ഒരു കാര്യം സത്യമാണ്, അവർ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം അവരതിൻ്റെ ഒത്തിരി തിക്താനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കും. പ്രൈസലോ. എന്താണെന്നറിയോ, ഇവരെയൊക്കെ കർത്താവിന് വേണ്ടി നേരിടുന്ന ബുദ്ധിമുട്ടാണ് അറിയപ്പെട്ടത്. ഏതെങ്കിലും ഒരു പാർട്ടിക്ക് നിങ്ങളെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി അപ്പടിയാക്കാം ഇപ്പടിയാക്കാൻ പറയാൻ എളുപ്പമാണ്. പക്ഷേ ആരുമില്ലാതെ ഏതുമില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് സ്തോത്രം കഷ്ടപ്പെട്ട് കാട് വെട്ടി തെളിച്ചു കൊണ്ടുവന്ന് കഴുകി ദൈവസഭയിലാക്കി ദൈവകൃപയിൽ നിർത്തി കഴിയുമ്പോൾ പലർക്കും പലയിടത്തോട്ടും ചായക്കാൻ എളുപ്പമാണ്. മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ദൈവഭക്തന്മാർ ഇവരെയൊക്കെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുവാൻ നമ്മളൊക്കെ എന്തെടുക്കുന്നവരാണ്? കടപ്പെട്ടവരാണ് കേട്ടോ. അതൊന്നും ഒരിക്കലും എന്തെടുക്കരുത്. ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കട്ടെ, അല്ല നമുക്ക് സ്വയമായി. പിന്നെ ഞങ്ങളെ കർത്താവ് ഇതിന് വെച്ചേക്കുന്നതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ. സ്വോത്രം. എനിക്കറിയാം നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നവരാണ്. അങ്ങനെ ചെയ്യാത്തൊരു രാമ്യം പറഞ്ഞ് കേട്ടോ, എല്ലാവരും ചെയ്യുന്നവരാണ്. വേഗത്തിൽ മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ ആമേൻ, സ്തോത്രം. പിശാച് എന്തെടുത്തു? ഇങ്ങനെ യേശുക്രിസ്തു പറഞ്ഞ കാര്യത്തെ മുൻനിർത്തി അവൻ അല്പം പൈസ തനിക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഭാരപ്പെട്ടിരുന്നപ്പോൾ അടുത്ത് നമുക്ക് കാണാൻ കഴിയുന്നു, നേരെ ഈ മനുഷ്യൻ എങ്ങോട്ടാ പോയെ? പുരോഹിതന്മാരെ കണ്ടോ? വിശ്വസിച്ചിട്ട് പോകാൻ അതേ 10-ാം വാക്യം വായിച്ച്. പിന്നെ 12 ഒരുത്തനായി ഇസ്കരിയോത്താവായ യൂദ അവനെ മഹാപുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ അതിന്റെ മേലുള്ള ഭാഗം നോക്കിയാൽ ശീമോന്റെ വീട്ടിലെ ഭക്ഷണത്തിന് ശേഷം അല്ലേ, അടുത്തത് നേരെ പോയിരിക്കുന്ന എങ്ങോട്ടാ? മഹാപുരോഹിതന്മാരെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, ഞാൻ യേശുവിനെ എന്തോ കൊടുക്കാം, കാണിച്ചു തരാം. അവരെന്താ പറഞ്ഞു? സന്തോഷിച്ചു. അവന് പണം കൊടുക്കാമെന്ന്. ഇതാ പുള്ളിയുടെ ആവശ്യം. അപ്പൊ പിശാച് നമ്മളെ കൈവശമാക്കുന്ന ഒരു മേഖലയാണ് സാമ്പത്തികമല്ലേ, കാര്യങ്ങളൊന്നും ഓടത്തില്ല. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കണം. അന്യായമായുള്ള യാതൊരു സമ്പാദ്യവും ഒരു ദൈവ പൈതലിന് ചേരുന്നതല്ല. മനസ്സിലായ പറഞ്ഞേ? അന്യായമായ യാതൊരു സമ്പാദ്യം. ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളൊക്കെ സമ്പാദിച്ചു വെക്കുന്നു അല്ലെ? സമ്പാദിക്കുന്നു, കുറച്ച് ഡിപ്പോസിറ്റ് ഒക്കെ ഇടുന്നു. ഇതൊക്കെ ആർക്കു വേണ്ടിയാ? ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ തലമുറയ്ക്ക്. എടാ, നമ്മുടെ തലമുറ 4ാം കാലം നടക്കുന്നതാണ്. സത്യത്തിൽ ഇവനെ കള്ളു കുടിക്കാൻ വേണ്ടി അല്ലയോ നിങ്ങൾ ഈ കിടന്ന ലോങ് ഡ്യൂട്ടി ചെയ്യുന്നത്? തിരിച്ചറിയാൻ കഴിയാൻ ഞാൻ പറഞ്ഞു. നമ്മള് വെട്ടിച്ചും ഓട്ടിച്ചും അല്ലെ, തിരിമറി നടത്തി പരിപാടിയൊക്കെ സൂട്ടാക്കി കൊണ്ടുവന്നിടുന്ന ആർക്കാന്നറിയാമോ? തലമുറയ്ക്ക് വേണ്ടി.
ഇവൻ പ്രയോജനപ്പെടാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മളാണ് എന്തുകൊടുക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, അവൻ മക്കളെ ദൈവഭയത്തിൽ നടത്തുക, ദൈവം അവരെ അനുഗ്രഹിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ സമ്പാദ്യം ഒന്നും വെച്ചേക്കരുന്നല്ല. ആമേൻ, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾക്ക് വേണ്ടി നിങ്ങളുടെ സമ്പാദ്യമൊക്കെ ഇരിക്കട്ടെ, നല്ലത് കാര്യം തന്നെ. പക്ഷെ ഇതിന്റെ എല്ലാം മുമ്പിൽ കർത്താവിനെ മാനിക്കുക. കർത്താവ് പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ കർത്താവ് മാനിക്കും. സ്തോത്രം. ഞാൻ വേഗത്തിൽ പോകുകയാണ്. അങ്ങനെ പണം തനിക്ക് ലഭിക്കും എന്ന് പുരോഹിതന്മാരുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന്റെ കണക്ക് മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് 30 വെള്ളിക്കാശ്. ഞാൻ എടുത്ത ഓരോ ഭാഗം വായിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി. സ്തോത്രം. 26-14 വട്ടം കൂടെ പറയുന്നതാ. ആമേൻ, സ്തോത്രം. 30 വെള്ളിക്കാശിന് അവർ തമ്മിൽ പറഞ്ഞു. സ്തോത്രം. ഇപ്പോൾ നമ്മുടെ കർത്താവ് ആമേൻ, സ്തോത്രം, ശിഷ്യന്മാരുമായി പെസഹ കഴിക്കാനിരിക്കുമ്പോൾ, സ്തോത്രം, പെസഹ കുഞ്ഞാടി ഇറക്കേണ്ടുന്ന വെളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവീൻ. ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കൂടെ വെള്ളം ചൂടുന്ന മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കിടക്കുന്ന വീട്ടിൽ പിന്തുടർന്ന വീട്ടുടയവരോട്, ആമേൻ, തന്റെ ഗുരുവിന് പെസഹ കഴിപ്പുള്ള ശാല എവിടെ എന്ന് അവൻ ചോദിച്ചു. അവൻ വിരിച്ച് ഒരുക്കി ഒരു വൻമാളിക കാണിച്ചു, അവിടെ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. അതായത് ലൂക്കോസ് 22-ാം അധ്യായം പറഞ്ഞു. സ്തോത്രം. അങ്ങനെ പെസഹ കഴിക്കാനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, കർത്താവ് ഒരു അപ്പം എടുത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പം എടുത്ത്, സ്തോത്രം, യൂദയ്ക്ക് നിങ്ങൾ ഒരുവൻ ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഒരുവനെ കാണിച്ചു കൊടുക്കും. സ്തോത്രം. പത്രോസ് തന്റെ മാറിൽ ചാരി കിടക്കുന്ന ശിഷ്യനോട് ചോദിച്ചത് ആരാന്ന് പറയാം. സ്തോത്രം. ഓരോരുത്തരും ചോദിച്ചു, ഞാനോ ഗുരു, ഞാനോ ഗുരു. അവസാനം ആശാനും എല്ലാരും ചോദിക്കും, നമുക്കും ചോദിക്കാതിരിക്കാൻ പറ്റുമോ? എല്ലാരും ചോദിക്കുമോ? സ്തോത്രം. പാരയാന്നേലും പ്രൈസിലോട് കൊടുക്കാതിരിക്കാൻ പറ്റും. അല്ല, ഞാൻ പറഞ്ഞു മനസ്സിലായോ? എല്ലാരും പ്രൈസിലോട് കൊടുക്കുമ്പോ അച്ചി പാരയാന്നേലും നമുക്ക് പ്രൈസിലോട് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇതുപോലെ തന്നെ ആമേൻ, സ്തോത്രം, ഈ യൂദയും എന്തെടുത്തു? ഞാനോ റബി, കർത്താവ് മാത്രമൊക്കെ പറഞ്ഞു ഇത് തന്നെയാണ്. എന്നിട്ട് എന്തെടുത്തു? ഒരു കഷ്ണം അപ്പം മുറിച്ച് എടുത്ത് ചാറിൽ മുക്കി അവന് കൊടുത്തു. ആമേൻ, സ്തോത്രം. അപ്പം കിട്ടിയ മാത്രയിൽ ഇവൻ പണത്തിന് വേണ്ടി അങ്ങ് പോയി. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ തിരുവചനത്തിൽ എഴുതി, സാത്താൻ 26-ാമത്തെ വാക്യത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 13:26 എഴുതി, സാത്താൻ അവനിൽ, സാത്താൻ ഒരു വ്യക്തിയിൽ കടന്നാൽ എന്തു കാര്യവും ചെയ്യും. സാത്താൻ ഒരു വ്യക്തിയിൽ പ്രവേശിച്ചാൽ എന്തൊടുക്കും? എന്തു കാര്യവും അവൻ ചെയ്യും. നിങ്ങൾ നോക്കിയേ. ആമേൻ, സ്തോത്രം. ഒരിക്കലൂടെ ഞാൻ ശോമേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ മടങ്ങി വരികയാണ്. 1 ശോമേൽ 16 മടങ്ങി വരിക. ഈ മടങ്ങി വരുന്നതിന് ഒരു ആശയമുണ്ട്. സ്തോത്രം. ഇവിടെ ദാവീദ് വന്നു കഴിഞ്ഞ മുമ്പ് നമ്മൾ തൊട്ടുപോയതാ അല്ലേ? ഓർമ്മയുണ്ടോ? ഒരു ആമീനോട് പറ. സത്യം പറഞ്ഞ ഇതിനകത്തുനിന്നൊക്കെ നിന്ന് എന്റെ ഒത്തിരി ആത്മീയ സാക്ഷ്യം പറയാനുണ്ട്. ഒത്തിരി സാക്ഷ്യം. ദൈവപ്രവൃത്തി, പിശാച് ചെയ്ത പ്രവൃത്തികളുടെ മേലുള്ള ദൈവപ്രവൃത്തി. പക്ഷെ വാചനത്തിൽ കയറി നമുക്കൊന്നും വരത്തോരില്ല, പറയാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടും എന്തോ കിടക്കുക, ഇഷ്ടംപോലെ വചനം കിടക്കാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. യൂദാ എഴുന്നേറ്റു, നേരെ എവിടെ പോയി? മഹാപുരോഹിതന്റെ അടുക്കൽ പോയി കാണിച്ചു കൊടുക്കാനായിട്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ്, ആമേൻ, സ്തോത്രം, ബാക്കിയുള്ളവർക്കാണ്, വേദപുസ്തകം നന്നായി ഗ്രഹിച്ചാൽ ബാക്കിയുള്ളവർക്കാണ്, ആമേൻ, സ്തോത്രം, പെസഹായുടെ ശുശ്രൂഷ നടത്തിയത്. ദൈവത്തിന് സ്തോത്രം. തിരുവത്താഴ് ശുശ്രൂഷ നടത്തിയത്. ദൈവത്തിന് സ്തോത്രം. അവിടെ നിൽക്കട്ടെ. അതിന്റെ എലാബറേറ്റ് ആയിട്ട്, ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നമുക്ക് പറയാനുള്ള സൗകര്യവും സമയവും ലഭിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഈ സാഹചര്യത്തിൽ ഞാൻ ശോമേൽ പ്രവാചകന്റെ പുസ്തകത്തിലോട്ട് പോയി. പിശാച് കിടക്കുന്ന വിധം അതാ പറഞ്ഞേ. പിശാച് ഒരാളിൽ കടന്നാൽ എന്തും ചെയ്യും. പിശാച് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അഭിഷേകമുള്ളവരെയാണ്. സ്തോത്രം. സാധാരണക്കാരനെ ഒന്നും പിശാചിന് വേണ്ടേ വേണ്ട. കണ്ട, അവനെപ്പോഴും മറ്റവന്റെ പൂണിൽ തന്നെ കിടക്കല്ലേ.
അതുകൊണ്ട് സാധാരണക്കാരനോട് ഇവനെന്തോ ഇല്ല, ശല്യങ്ങളില്ല. അതുകൊണ്ടാണ് ചില പ്രിയപ്പെട്ടവരൊക്കെ അഭിഷേകം പ്രാപിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്കറിയാം, അതുകൊണ്ട് അഭിഷേകം പ്രാപിച്ചാൽ സ്തോത്രം അവൻ മാന്തു എന്നൊക്കെയുള്ള പേടിയുണ്ട്. പക്ഷെ എന്നാ ഞാൻ തിരിച്ച് നന്നായി പറയട്ടെ, മാന്തായിരിക്കണേ നീ അഭിഷേകം. ദൈവം ഇതിൽ മനസ്സിലാക്കട്ടെ. ദാവീദ് കടന്നു വന്നു, ദാവീദിനെ അഭിഷേകം ചെയ്തു. ആമേൻ. വേദപുസ്തകത്തിൽ ഇങ്ങനെ എഴുതി, സ്തോത്രം, യഹോവയുടെ ആത്മാവ് അന്നു മുതൽ, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് ശൗല്, ദാവീദ്, ഇന്ന് വരെ എവിടെ ഇരിക്കുകയായിരുന്നു? ശൗലിന്റെ മേൽ ആത്മാവ് ദാവീദിന്റെ മേൽ. ദൈവത്തിന്റെ പരിപാടി നോക്കണേ. ഈ ആത്മാവ് പോകുന്നവിടത്തെ ഒരു ശൂന്യതയുണ്ട് അല്ലേ? ആത്മാവ് പോകുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം, ഒരു ശൂന്യത, എന്തോ ഒരു നഷ്ടം പോലെ അല്ലേ? അത് ചിലർ പറയും, ഇപ്പൊ പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാനായിട്ട് പറ്റുന്നില്ല, സ്വന്തം പിന്നെ ഏതാണ്ട് പോരാട്ടമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് പിശാച് ഇങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞ് ശാസിക്കുന്നതാണ്. പിശാച് പറയാൻ, ഞാൻ ഈ 7 അയലോക്കത്തൂടെ ഞാൻ പോയിട്ടില്ല, അച്ചായനൊന്ന് ക്രമപ്പെടാത്ത പഠിത്തമാണ്. ദൈവമക്കളെ, യഹോവ അയച്ച ശൂന്യത മാറ്റാൻ യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. ഈ ദുരാത്മാവ് ബാധിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ അഭിഷേകം പ്രാപിച്ചവനെ ഒതുക്കാനാണ് ഇവന്റെ ഒരൊറ്റ തോന്നൽ. ഒരിക്കൽ ചുവരിനോട് നേരെ ചേർത്ത് ദാവീദ് നിൽക്കുന്ന കണ്ടപ്പോ എന്തൊടുത്തു? തന്റെ കുന്തമെടുത്ത് ഒരൊറ്റ ചാണ്ട. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഒഴിഞ്ഞത് കൊണ്ട് അവന്റെ മേൽ ആ കുന്തം ഹല്ലേലൂയ കൊള്ളാതെ രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നോക്കണേ, ദാവീദിന്റെ ഹൃദയത്തിന്റെ പ്രത്യേകത, 2 പ്രാവശ്യം ശൗൽ ദാവീദിന്റെ കയ്യിൽ അകപ്പെട്ടത് അല്ലേ? സ്തോത്രം. ഒരിക്കൽ തന്റെ വസ്ത്രത്തിന്റെ അങ്കിയുടെ അറ്റം കണ്ടിച്ചെടുത്തോണ്ട് പോകുന്നു. സ്തോത്രം. ഒരിക്കലും ഒരു ഗുഹയ്ക്കകത്ത് വെച്ചിട്ട് അവൻ കാൽമടക്കത്തിന് എന്നപ്പോൾ ദാവീദിനകത്തുണ്ടായിരുന്നു. അവിടെ വെച്ച് വേണം ഈ ശൗലിനെ എന്തൊടുക്കായിരുന്നു? മറിച്ച് നമ്മളായിരുന്നേലും കൊടുത്തേനെ. ഒരു നല്ല ആമി പറഞ്ഞു, കർത്താവിന്റെ ശത്രുവിനെ എന്റെ കൈ തന്നെന്ന് പറഞ്ഞ അവിടെ വെച്ച് എന്തൊടുത്തേനെ. ഈ ദാവീദിന്റെ സ്വഭാവം മനസ്സിലായോ? ദാവീദ് പറഞ്ഞ എന്നാന്നറിയോ? ഒരു അഭിഷക്തന്റെ നേരെ സ്തോത്രം എന്റെ കൈ കണ്ടോ? അഭിഷേകത്തെയും, അടുത്ത വാക്ക് പറയാമോ? അഭിഷക്തനെയും അവൻ തിരിച്ചറിയുള്ള ഒരു ദൈവവൈദ്യൻ. മനസ്സിലായോ? കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അഭിഷേകത്തെയും അഭിഷക്തന്റെ നേരെയും കൈ ഉയർത്തുവാൻ എന്തൊടുക്കരുത്. എനിക്കിടവരുത്. എന്താണെന്നറിയോ? അവൻ അഭിഷേകത്തിന്റെ വിലയും അഭിഷക്തന്റെ നിലയും തനിക്കറിയാം. താൻ ആരാ? അഭിഷക്തന. ദൈവത്തിന് സ്തോത്രം. അയാൾ എന്തും ചെയ്തു അല്ലേ? ദാവീദിനെയാ കൊല്ലാൻ വന്നേ, പക്ഷെ പറഞ്ഞോനോ, ദാവീദിന്റെ സഭയിൽ ഉണ്ടായിരുന്നു കൊല്ലാൻ. ഇപ്പോൾ ആമീൻ സ്തോത്രം ചോദിക്കുന്നു, ഒരു ചെല്ലിനെ പോലെ. ദാവീദ് അങ്ങനെ ചോദിക്കുന്നേ, നീ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്ന എന്തിനാ? അവൻ യജമാനനെ നീ കണ്ടോ? നിന്റെ വസ്ത്രത്തിന്റെ ആമീൻ സ്തോത്രം അങ്കിയുടെ ഭാഗം എന്റെ കയ്യിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉടനെ പറയുന്നു, എന്റെ മകനെ ദാവീദേ, നീ നേരുള്ളവനാ, ഞാനാ ആമീൻ സ്തോത്രം തെറ്റുകാരൻ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, എപ്പോഴും അഭിഷേകമുള്ളവരുടെ നേരെ പിശാചിന്റെ പോരാട്ടം വന്നുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു രഹസ്യം പറയട്ടെ, നിങ്ങൾ ഹല്ലേലൂയ ആമേൻ. ശോഭൻ പ്രവാചക ദിവസം 16 കഴിഞ്ഞു, 17, 18, ഈ 19 ഈ അധ്യായങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ വായിച്ചു നോക്ക്. പക്ഷേ നിന്റെ മുമ്പിൽ ഒരുത്തനും നിൽക്കത്തില്ല. എത്ര പേർക്ക് അഭിഷേകമില്ലാത്ത 17-ാം അധ്യായത്തിൽ അഭിഷേകമില്ലാത്ത ആമേൻ സ്തോത്രം ശൗൽ രാജാവ് ഗോലിയാത്തിന്റെ മുമ്പിൽ മുട്ടിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അഭിഷേകമുള്ള ആമേൻ സ്തോത്രം ദാവീദ് ചോദിക്കുന്ന ചോദ്യം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ സ്തോത്രം, ഇവൻ യഹോവയുടെ സൈന്യത്തെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മി സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ സേനയെ, ദൈവത്തിന്റെ സൈന്യത്തെ, ദൈവത്തിന്റെ ജനത്തെ നിന്ദിച്ച് കേട്ടപ്പോൾ അവനിൽ വ്യാപരിച്ച ആത്മാവിന്റെ ശക്തി ആമേൻ ഷടകുടഞ്ഞ് എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
സ്തോത്രം. ശൗല് ഹല്ലേലൂയ സ്തോത്രം. ഗോലിയാത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്നാ ആമൻ ഒരു വടിയും കൊണ്ട് ആമൻ നായെ പോലെ എന്റെ പുറകെ വരുന്നത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ സ്തോത്രം. നീ ഒരു വടിയും കൊണ്ട് എന്റെ പിന്നാലെ വരാൻ ഞാനൊരു നായോ? പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, അടുത്തൊരു കാര്യം ഞാൻ കൊണ്ടുവരാൻ പോവുകയാണ്. അവൻ എന്ന് ചോദിച്ച് അവരുടെ ദേവന്മാരുടെ നാമം ചൊല്ലി അവൻ അഭിഷക്തനെ ശപിച്ചു. സ്തോത്രം. 17:43 വായിക്കേ. ഫെലിസ്ത്യർ ദാവീദിനോട്, നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഇന്ന് പകലെ ദൈവമക്കളെ ശ്രദ്ധിച്ചോണം. അപ്പൊ ചില ദേവന്റെ നാമം ചൊല്ലി അഭിഷക്തനെ ശപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങോട്ട് നോക്ക്, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്കെതിരെ ഒരുക്കുന്ന വ്യാപാരം ജയിക്കത്തില്ല. നിനക്കെതിരെ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ ആ ഗോലിയത്തിനെ നോക്ക്. എത്ര നടക്കാനുള്ളവൻ തന്റെ പിന്നിൽ നിൽക്കുന്ന നിരയായി നിൽക്കുന്ന ഫിലിസ്ത്യ സൈന്യം ഇവിടെ പോകുന്ന ഒരു കൊച്ചു ബാലൻ അല്ലേ? ആമേൻ സ്തോത്രം. ശൗല് പോലും പറഞ്ഞു, നീ ഒരു ബാലനാ. പ്രൈസ് ദി ലോർഡ്. ശൗലിന്റെ വസ്ത്രമൊക്കെ ഇട്ടപ്പോ നിലത്തൂടെ കിടന്ന് വരിക എന്ന് വെച്ചാൽ ശൗല് നിങ്ങൾ എടുക്കാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദാവീദ് ഒരല്പം ഉയരക്കറവാ. അപ്പൊ ശൗലിന്റെ വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ എന്തെടുക്കും? നിലത്തൂടെ കിടന്ന്. പ്രൈസ് ദി ലോർഡ്. സഹോദരൻ അത് പറഞ്ഞു, ഞാനിതൊന്നും ചെയ്തു. സഹോദരൻ ഞാനിതൊന്നും എന്തെടുത്തിട്ടില്ല, ശീലിച്ചിട്ടില്ല. ഉള്ള ദാവീദ് കയ്യിലെടുത്തു. എന്തുവാ? അവൻ കവണയും ഹല്ലേലൂയ സ്തോത്രവും വടിയും പോയപ്പോ തോട്ടി നഞ്ച് കല്ലും പറക്കി മോളിലുണ്ട് പുള്ളിയെന്ന് കൊടുത്തു. സ്വോത്രം. ഇപ്പൊ നിന്റെ ഉള്ള സ്വോത്രം മതിയെന്ന്, അതുകൊണ്ട് തന്നെ പക്ഷെ നല്ല രീതിയിൽ സ്വോത്രം പറഞ്ഞു. ഇതാ പിശാച് പറയുന്ന പറയിക്കാതെ നമ്മളെ ഇനി ഇരുത്തും. പിശാച് പറയും, വാ തുറക്കരുത് സഹോദര, വാ തുറക്കരുത്, സഹോദരി തുടക്കരുത്, വാ തുറക്കരുത്. നീ സ്വോത്രം പറഞ്ഞ എനിക്ക് പോയേ പറ്റൂ, അതുകൊണ്ട് നീ തുടക്കരുത്. പണ്ടൊരിക്കൽ ഞങ്ങളുടെ ആമീൻ സ്തോത്രം ഒരിടത്ത് ഗർഭിണിയായ ഒരു സഹോദരി, ആമീൻ സ്തോത്രം, നമ്മൾ ഈ വെള്ളം കോരാൻ ആമീൻ കിണറ്റിൽ ഇങ്ങനെ തടിപ്പാലം ഉണ്ടല്ലോ, ഓർമ്മയുണ്ട്? ഇപ്പോഴും അതൊന്നുമില്ല. ഇപ്പൊ എവിടെയെല്ലാം ഉണ്ടോ അത്? ഇപ്പൊ അവിടെ ഒറ്റ ഞങ്ങൾ മാറ്റാനങ്ങ് വരുമല്ലേ? ഇതൊക്കെ പഴയ കാലം അല്ലേ? ഇങ്ങനെ ഗർഭിണിയായ ഒരു സഹോദരി അയലോക്കത്തെ കിണക്കി, അവർക്ക് കിണറില്ല, അയലോക്കത്തെ കിണക്കി കേട്ടോ, പോയി വെള്ളം കോരുക സ്തോത്രം. അപ്പൊ ഇവിടെ എങ്ങനെയെങ്കിലും കൊല്ലാൻ വേണ്ടി പിശാച് ഇങ്ങനെ നോക്കിയിരിക്കുക സ്തോത്രം. ഈ വെള്ളം പറയാം പാലത്തടിയിലോട്ട് ചവിട്ടി ഇതങ്ങ് ഒടിഞ്ഞു. പാലത്തടി മുന്നേ പോയി പുറകെ വിളിഞ്ഞു സ്തോത്രം. പാലത്തടി വെള്ളത്തിൽ പോയി ഒന്ന് താണ് പൊങ്ങി വന്ന വിധത്തിൽ ഇവളും എന്തെടുത്തു? വെള്ളത്തിലോട്ട് ദൈവത്തിന് സ്തോത്രം. കൃപയാൽ ആനപ്പുറത്തിരിക്കുന്ന പോലെ പാലത്തടിയെ പിടിച്ചോണ്ടിരിക്കും. എന്നുവെച്ചാൽ പിശാചിനെ ഇറക്കിയപ്പം പിശാച് പറഞ്ഞു, ഞാൻ ഇവിടെ ആ പാലത്തടി ഒടിച്ചിട്ട് കൊല്ലാൻ നോക്കിയത്, പക്ഷേ ഇവിടെ സ്വോത്രം പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാലത്തടി ഒടിച്ചിട്ട് ആ സഹോദരിയെ കൊല്ലാൻ നോക്കിയപ്പോൾ ആ സഹോദരി സ്വോത്രം പറഞ്ഞു. അറിയാമോ? അവൻ മൂരിയേക്കാൾ ദൈവത്തിന്റെ പ്രസാദമാണ്. ദൈവമക്കളുടെ അതരത്തിൽ നിന്ന് പുറപ്പെടുന്ന യാഗമാകുന്ന സ്തോത്രം. അതുകൊണ്ടാണ് 136 സങ്കീർത്തനം എടുക്കണ്ട പറഞ്ഞത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്വീ, അവൻ നല്ലവനല്ലോ ഉള്ളത്. ആമേൻ. ദാനിയേൽ പ്രവാചകൻ എടുക്കണ്ട 6:10 ആമേൻ സ്തോത്രം രേഖ എഴുതി വെച്ചിരിക്കുന്നു എന്ന് ദാനിയേൽ അറിവ് കിട്ടിയപ്പോൾ താൻ ദിനങ്ങൾ ചെയ്യുന്നത് പോലെ 3 പ്രാവശ്യം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ലാസ്റ്റിൽ എഴുതി സ്തോത്രം ചെയ്തു. യേശു ക്രിസ്തു ആമേൻ സ്തോത്രം ഹല്ലേലൂയ തന്റെ ആമേൻ അന്ത്യ അത്താഴത്തിന് ശേഷം ആമേൻ സ്തോത്രം പാടി എഴുന്നേറ്റു. നല്ല സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കണം, കുറഞ്ഞിരിക്കരുത്. സ്തോത്രം. വേഗത്തിൽ മുന്നോട്ട് പോകാം. അങ്ങനെ ആമേൻ സ്തോത്രം നോക്കി അഭിഷക്തനാകുന്ന ദാവീദിന്റെ നേരെ ഇപ്പോൾ ശൗൽ എന്തൊടുക്ക? തന്റെ ദേവന്റെ നാമം ചൊല്ലി ശപിക്കുകയാണ്. എന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ,
ദേവന്റെ നാമം ചൊല്ലി നിന്നെ ശപിച്ചാലും നിന്റെ മേൽ കിടക്കുന്ന ഒരു അഭിഷേകത്തിന്റെ പ്രത്യേകത തിരിച്ചറിയണം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം. ആമേൻ, സ്തോത്രം. സംഖ്യാപുസ്തകം 23-ാം അധ്യായം അതിന്റെ 22, 23 വാക്യം വായിച്ചാട്ടെ. 22, 23 വാക്യം. പ്രൈസ് ദി ലോർഡ്. ദൈവം അവരെ മിസ്രയീമിൽ നിന്നുകൊണ്ട്, സംഖ്യാപുസ്തകം 23, 22, 23. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു. കാട്ടുപോത്തിന്റെ തുല്യമായ ബലം അവനുണ്ട്. ആമേൻ പറ. ആമേൻ. അമിത ബലം മനസ്സിലായോ? ഹല്ലേലൂയ. മൂന്നാമത് അമിത ബലത്തിന്റെ മൂന്നാമത്തെ ഭാഗം വന്നു. വന്നില്ല. നിങ്ങൾക്കൊന്നും പിടി കിട്ടുന്നില്ല. അല്ല, തല കയറുന്നുണ്ടോ? പഴയതുപോലെ കയറുന്നില്ല മാസ്റ്ററെ. എങ്ങനെ കയറുന്നേ? മെമ്മറി ഇവിടെ ബില്ലായി മാസ്റ്ററെ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന യുവക്കിടെ ആമേൻ സ്തോത്രം മൂന്നാമത്തെ ഭാഗത്തോട്ട് വരിക. ആമേൻ സ്തോത്രം. നമ്മൾ ആദ്യം പറഞ്ഞു, എന്തുവാ ഓർമ്മയുണ്ടോ? കർത്താവിലും അവന്റെ എഫേസ്യ ലേഖനം 2:18 നമ്മളത് പറഞ്ഞു. ഓർമ്മയുണ്ടോ? അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അവന്റെ ബലം. അത് ഒരു ജീവിത അനുഭവത്തിലൂടെ ഒരു മൃഗത്തെ തുല്യമാക്കി പറയുന്നു. 22 അമിത ബലം എന്നാ തുല്യമായ. നിങ്ങൾക്കറിയാമോ? ആമേൻ. സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, അതിന്റെ കൊമ്പുകൾക്കിടയിൽ ഉത്തരവരുന്ന ദൈവമാണ്. എന്ത് സ്തോത്രം. ഇങ്ങോട്ട് നോക്കിയേ. കാട്ടുപോത്തിന്റെ കൊമ്പ് ഭയങ്കര ബലമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം ഒരു മരത്തിനിടയിലോട്ട് കേട്ടിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി, മരം ചോടിഞ്ഞു പോകും. കൊമ്പല്ല ഒടിയുന്നേ, മരം അത്രയ്ക്ക് ബലമാണ്. അവൻ ഒരു അഭിഷക്തന്റെ മേൽ കിടക്കുന്ന ബലം. സ്തോത്രം. ഒരു അഭിഷക്തന്റെ മേൽ കിടക്കുന്ന ബലം, അമിത ബലം. എന്റെ കൂടെ അമിത ബലം. എന്തോ ബലമാ? കാട്ടുപോത്തിന് തുല്യമായ ബലം. ദൈവത്തിന്റെ സ്തോത്രം. പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവം ഇതിലെനിക്ക് അഭിഷേകം പ്രാപിച്ചാൽ ശത്രുവിനെ നിന്നെ തൊടാൻ പറ്റത്തില്ല. ഏത് അന്ധകാര മണ്ഡലത്തിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. കിടക്കുന്ന ബലത്തിന്റെ ശക്തി എത്ര ഭയങ്കരമാണെന്ന് അറിയാമോ? ചിലതിനെ ഒഴിച്ചു മാറ്റുവാൻ, ചിലതിനെ തകർത്തോടുവാൻ, ചിലതിനെ തകിടം മതിക്കുവാൻ ആത്മീക യാഗത്തിന്റെ ശക്തി. അടുത്തതായിട്ട് 23. ആഭിചാരം ദേവന്റെ നാമം ചൊല്ലി ശപിച്ചു. ആഭിചാരം യാക്കോബിനെ ഫലിക്കത്തില്ല. ലക്ഷണവിദ്യ. 2 കാര്യം മുന്നിൽ വന്നു. 1 ആഭിചാരമുണ്ട്, 2 ലക്ഷണം പറയുന്നവരുണ്ട്. എന്തുവാ ആഭിചാരം? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആഭിചാരം ആർക്കാ വലിക്കാത്ത? കാട്ടുപോത്തിന് തുല്യം ബലമുള്ളവനാ വലിക്കാത്ത. ഇല്ലാത്തവനൊക്കെ ഫലിക്കും. സ്തോത്രം. പിന്നെ പെന്തക്കോസുകാരനാന്ന് പറഞ്ഞൊരു പേപ്പറിൽ എഴുതി നെറ്റിൽ ഒട്ടിച്ചു വെച്ചോണ്ട് നടന്നു. ഞാൻ ആരാ? സ്തോത്രം. ഇത് ഒട്ടിച്ചു വെക്കുന്നതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നിന്റെ മേൽ കിടക്കുന്ന മുദ്ര കാണുമ്പോ പിശാചിന് പിടികിട്ടും. പ്രൈസ് ദി ലോർഡ്. എന്തോ ഉണ്ട്. ലേബൽ അല്ല. ആമേൻ. നിന്റെ ഡിനോമിനേഷന്റെ ലേബൽ അല്ല വിടുതൽ. പിടികിട്ടിയോ? ഡിനോമിനേഷൻ നല്ലതാ, ഇരുന്നോട്ട്. ഡിനോമിനേഷന്റെ ലേബൽ അല്ല നിന്റെ വിടുതൽ. നിന്റെ മേലുള്ള ആത്മാവിന്റെ മുദ്ര. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന ആഭിചാരം യാക്കോബിനെ ഭരിക്കത്തില്ല. ലക്ഷണം വിദ്യ ഇസ്രായേലിന് ഒക്കത്തുമില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദേവന്റെ നാമം ചൊല്ലി അവൻ ശപിച്ചവന്റെ തലയായപ്പൻ കയ്യിലിരിക്കുന്നത്, അവന്റെ ഉടവാള മറയിലിരിക്കുന്നത്. നോക്കിയേ, അവന്റെ മേൽ കിടക്കുന്ന കാട്ടുപോത്തിന്റെ തുല്യമായ അഭിഷേകത്തിന്റെ ശക്തിയുടെ വ്യാപാരം. അവൻ വെല്ലുവിളിച്ച ഗോലിയാത്തിന്റെ തല തന്റെ കയ്യിലുണ്ട്. കണ്ടോ ഇരിക്കുന്നേ? ഓ വാ, അവന്റെ വാളൂരിയ, അവന്റെ വാളൂരിയ, അവന്റെ തല വെട്ടിയത്. ചുരത്തിപ്പിടിച്ചു നിൽക്കുന്ന വാള്
അങ്ങനെയാണെങ്കിൽ ആ വിചാര ശക്തികളെ തകർക്കാൻ ഒരു ദൈവത്തിന്റെ മേൽ വെളിപ്പെടുന്ന ദൈവത്തിന് സ്വതന്ത്രം. ആ പാട്ടിട്ട് ഞാൻ വേഗത്തിൽ പോവുകയാണ്. അപ്പോൾ അവൻ പിശാച് ഒരാളിൽ കടന്നാൽ എന്തും ചെയ്യും. നിങ്ങൾ നോക്കിയേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം. ഒരു ഗദര ദേശത്തേക്ക് നമ്മുടെ കർത്താവ് പോകുന്നു. ഗദര ദേശത്തെ ഭൂതഗ്രസ്തനെ കണ്ടോ? സ്തോത്രം. അവൻ അവിടെ ചെന്നു. അപ്പോൾ എന്തെടുത്തു? 28-ാം വാക്യം. അവൻ അക്കരെ ദേശത്ത് എത്തിയാറേ. ഒന്നുകൂടെ ചോദ്യം വായിച്ചേ. അവൻ അക്കരെ ഗദരദേശത്ത് ദേശത്തെത്തിയാറെ രണ്ട് ഭൂതഗ്രസ്തർ ശവക്കല്ലറുകളിൽ നിന്ന് പുറപ്പെട്ട് അവനെതിരെ വന്നു. സ്തോത്രം. ഇപ്പൊ യേശു കർത്താവ് സ്തോത്രം ഗരസേന്യരുടെ അല്ലെങ്കിൽ ഗദര ദേശം, സ്തോത്രം, രണ്ട് ഭാഷയിലും അത് പറയാം. ഈ ഗദരേന്യരുടെ ദേശത്ത് യേശു കർത്താവ് ചെന്നപ്പോ രണ്ട് ഭൂതം, ഒരു ഭൂതമല്ല രണ്ടെണ്ണം കർത്താവിന്റെ നേരെ വന്നു. നിങ്ങൾ നോക്കിയേ, നിസാരക്കാരന്മാരൊന്നല്ലേ ഭൂതം? അവിടെ എഴുതിയിരിക്കുന്ന എന്തുവാ? സ്തോത്രം. ഉഗ്രനും ഉണ്ട്, യുമരാര. അതുകൊണ്ട് എന്തോ എടുത്തു? ആ വഴി ഒരുത്തൻ നടക്കാൻ പോലും പറ്റത്തില്ല. സ്തോത്രം. മനസ്സിലാക്കാൻ കഴിഞ്ഞോ? പക്ഷെ അഭിഷേകമുള്ളവൻ ചെന്നപ്പോൾ അവിടെ നിൽക്കണേ. എന്താ അഭിഷേകം? സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം. യേശു ആത്മാവിന്റെ ശക്തിയോട് ഗലീലേക്ക് മടങ്ങി ചെന്നു. മതി, നിർത്തണേ. എന്തിനോട്? ഒന്നുകൂടെ വാങ്ങോണ്ട് പറഞ്ഞു. ആത്മാവിന്റെ ശക്തി, അമിത ബലം. അമിത ബലത്തോടെ, ആത്മാവിന്റെ ശക്തിയോടെ ഇപ്പോൾ എങ്ങോട്ട് പോകുകയാണ്? ആമേൻ. ഗദരേസ്യരുടെ ദേശത്തേക്ക് യേശു കർത്താവ് പോകുകയാണ്. നിങ്ങൾ നോക്കിയേ പ്രിയപ്പെട്ടവരെ. ആമേൻ. സ്തോത്രം. ഈ അത്യുഗ്രന്മാരായ, ആ വഴി ഒരു മനുഷ്യനെ വിടാത്ത അത്യുഗ്രന്മാരായ വ്യക്തി ജീവിതങ്ങൾ, ഭൂതങ്ങൾ തമ്പുരാന്റെ മുമ്പിൽ വന്ന് എന്തൊടുത്തു? നിലവിളിച്ചു, മുട്ടുകുത്തി. സ്തോത്രം. ആമേൻ. അവര് പറയുന്നറിയാമോ? ആമേൻ. എന്തോന്നാ അവര് വിളിച്ചു പറയുന്നേ? പിശാചിക്കൊക്കെ മനസ്സിലായി ഇദ്ദേഹം ആരാണ്. സ്തോത്രം. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണ് എന്ന് ആർക്ക് പിടികിട്ടി? ഉഗ്രന്മാരായ, ഉഗ്രമൂർത്തികളായ, ഉഗ്രശക്തികളായ പിശാചുക്കൾ പറഞ്ഞു, അവൻ ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? അതിന്റെ അർത്ഥം മനസ്സിലായോ? പണ്ട് ഞങ്ങളും നിന്റെ കൂടെ അവിടെ ഇരുന്നതാണ്. എവിടെ? ഓ, രാവിലെ പോയി. എനിക്ക് അങ്ങോട്ട് പാനേ പറ്റത്തില്ല. ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? അടുത്തത് പറഞ്ഞു, ഞങ്ങളെ സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ ഇവിടെ വന്നുപോ എന്ന് പറഞ്ഞു. അവിടെ ഒരു ഭാഗം നിർത്തണം. ചില പൈശാചിക ക്രിയകൾ സമയം വെച്ച് ചെയ്യും. അതുകൊണ്ട് ആ തിരുവചനത്തിൽ എഴുതി സമയത്തിന് മുമ്പേ. സ്തോത്രം. ചില ആഭിചാര കർമ്മങ്ങൾ ചില എന്തൊടുക്കും? ഇത്ര വർഷം കഴിഞ്ഞ് ഇവന് ഇത് മാറാവും എന്ന് വെച്ച് നീ വീട് പണിയുമ്പോൾ വീട് തടസ്സപ്പെടുത്തിയിടാം, വിവാഹം തടസ്സപ്പെടുത്തിയിടാം, ബിസിനസ് തടസ്സപ്പെടുത്തിയിടാം. സ്തോത്രം. കുടുംബ ജീവിതത്തിൽ കലഹം ഉണ്ടാക്കി തടസ്സപ്പെടുത്തിയിടാം. പല വിധത്തിൽ പിശാച് എന്തുകൊടുക്കാം? അവിടെ സമയത്തിന് എന്നാൽ അഭിഷേകമുള്ള ദൈവത്തിന്റെ പൈതലെ, നിന്റെ മേലുള്ള അഭിഷേകം അവന്റെ സമയത്തെ തകർക്കുന്നു. കിട്ടിയോ? എത്ര പേർക്ക് പിടികിട്ടി? പിശാചിന്റെ തന്ത്രത്തെ നീ അറിയാതിരിക്കരുത്. സ്തോത്രം. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ഉണ്ടല്ലോ, അമിത ബലമുണ്ടല്ലോ. തൊട്ട പിശാച് സമയം കുറിച്ചു വെച്ച് നിന്നെയും നിന്റെ കുടുംബത്തെയും ഭൂമിയിൽ നിന്ന് നിലംപരിശിയാക്കി കളവാൻ ആഗ്രഹിക്കുന്ന മണ്ഡലത്തിൽ അതിനു മുമ്പ് നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയെ
ദൈവത്തിന് സ്തോത്രം. ആമേൻ. സമയത്തിന് മുമ്പേ ഞങ്ങളെ നീ എന്തെടുക്കരുത്, ദണ്ഡിപ്പിക്കരുത്. ഞാൻ ഒരു ഭാഗം കൂടെ ദിവസത്തെ വേഗത്തിൽ കൊണ്ടുവരാൻ പോവുകയാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 14 വാക്യം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 14. ഒരിക്കൽ അവൻ ഊമയായൊരു ഭൂതത്തെ പുറത്താക്കി. ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു. പുരുഷാരം ആശ്ചര്യപ്പെട്ടു. അവരിൽ ചിലരോ ഭൂതങ്ങളുടെ തലവനായ ബെയൽസുബേലിനെ കൊണ്ടത്രേ അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. യേശു കർത്താവ് നമ്മൾ ഗദരേസരുടെ ദേശം വിട്ടിട്ടില്ല, അവിടെ ഉണ്ട്, പോരുത്, നമുക്കെല്ലാം കൂടെ കൊണ്ടുവന്നു. സ്തോത്രം. അപ്പോൾ യേശു കർത്താവ് ഒരിക്കൽ ഊമയായ സംസാരിക്കാത്ത ഒരു ഭൂതത്തെ, ഇപ്പൊ ഭൂതം പല വിധത്തിലുണ്ട്. മുമ്പേ ഉഗ്രന്മാരായിരുന്നു, ഇപ്പം സംസാരിക്കാത്തതുണ്ട്. മനസ്സിലാക്കുന്നു? സംസാരിക്കാത്തതാണ്. സ്തോത്രം. അവിടോട്ട് നിൽക്കട്ടെ, നമുക്ക് അടുത്തോട്ട് പോകാം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിച്ചേ. കർത്താവേ, ഞാൻ അതിനെ ചുറ്റും 14 വായിച്ചേ. യേശു ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട്. ഓക്കെ, എന്നാ അതിന്റെ മേളിൽ എഴുതിയിരിക്കുന്നേ? എത്ര സംവത്സരമായ എത്ര മേൽ കണ്ടില്ലേ? 18 സംവത്സരം. ഡേറ്റിന് വേണ്ടി ഞാൻ ചോദിക്കുന്നേ. 18 വർഷമായ രോഗാത്മാവ് ബാധിച്ച, ഒട്ടും നിവരുവാൻ കഴിയാതെ നിന്നെ കൂനിക്കുന്ന ആത്മാവ്. നീ നുവരരുത്, നീ നുവരരുത്, നിന്റെ തല ഉയരരുത്, നിന്റെ ബുദ്ധി വർക്ക് ചെയ്യരുത്. മനസ്സിലായോ? കഴിഞ്ഞ 18 സംവത്സരമായിട്ട് ഈ സ്ത്രീ പള്ളി ചെല്ലുന്നുണ്ട് അല്ലേ? അവൾ എങ്ങനെയാ പോന്നേ? ഇങ്ങനെ പോന്നേ. മേലോട്ട് നോക്കാൻ പറ്റത്തില്ല, തമ്പുരാനെ കാണാൻ പറ്റത്തില്ല. 18 സംവത്സരമായി അവനൊരു രോഗാത്മാവ്, രോഗമല്ല, അതിന്റെ പിന്നിൽ ആത്മാവാണ്. അതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഓ, ഒന്ന് പറ. വാക്യം വായിച്ചെനിക്ക് സഹായിക്കേ. ഒരു രോഗാത്മാവ് ബാധിച്ചു. സ്തോത്രം. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ എവിടെയൊക്കെ പോയി? ഗദരേസരുടെ ദേശത്തെ ഉഗ്രന്മാരായ ഭൂതം. സ്തോത്രം. ഇനി അടുത്തത് ഊമയായ ഒരു ദുരാത്മാവ്. സ്തോത്രം. ഇപ്പോ 18 വർഷമായി അവൻ സ്തോത്രം രോഗമാക്കി കൂനിച്ച് നിന്നെ ഇട്ടേക്കുക. സ്തോത്രം. ആർക്കും നഷ്ടമില്ല കേട്ടോ, നാട്ടുകാർക്കൊന്നും പോയില്ല, വീട്ടുകാർക്ക് പോയില്ല. പക്ഷേ സ്തോത്രം, നിങ്ങൾ ചുവരെ തിരിച്ചറിയണം. എന്റെ കർത്താവ് ഇതേത് ദിവസമാണെന്നറിയാമോ? ശബത്ത് ദിവസമാണ്. ശബത്ത് ദിവസം ദേവാലയത്തിൽ ചേരുന്നു. എല്ലാവരുടെയും നോട്ടം ഈ കർത്താവ് വല്ലതും ചെയ്യുന്നോന്നാ, വേറൊരു നോട്ടം ആർക്കില്ല. മനസ്സിലായോ? ഇതാ കുടിച്ച് 4-ാം കാലം ആമി നടന്നാലും ഒരു കുഴപ്പവുമില്ല, ഉടുതുണി എവിടെ കിടന്നാലും കുഴപ്പമില്ല. ഇവ പെന്തക്കോസിൽ പോകുന്നതാണ് നോട്ടം. എല്ലാം പിടി കിട്ടിയോ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പോയി കഴിഞ്ഞ ഉടനെ എന്താണെന്നറിയാമോ? നീ രക്ഷപ്പെടും എന്നുള്ളൊരു ചിന്താഗതിയിൽ അവർ കൊടിക്കട്ടിയവനുണ്ട്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നിന്നെ ബന്ധിച്ചവൻ തന്നെയാണ്. അവൻ ഇളക്കാവുന്നവരെല്ലാം ഇളക്കും. എന്താണെന്നറിയാമോ? നീ വിശ്വാസത്തിൽ വന്നാൽ, അവൻ നിന്നിൽ ആത്മിക വർധന വന്നാൽ അവൻ കെട്ടിയത് ഫലിക്കത്തില്ല. നിങ്ങൾക്കെതിരെ, പെന്തക്കോസ് അനുഭവത്തിനെതിരെ ആരെങ്കിലും ഒക്കെ തലവെക്കുന്നെങ്കിൽ ഇവനൊക്കെ ദൈവമക്കൾക്ക് നേരെ നല്ല ശക്തമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ബന്ധനം. അവനൊരു പേടിയുണ്ട്, നാളെ തിരിച്ചു ചെല്ലുമെന്ന്. പണ്ടൊരാൾ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ആമീൻ സ്തോത്രം, നിങ്ങൾക്ക് വിഴുങ്ങാവുന്ന പാരയെ വേറൊരാൾക്ക് വെക്കാവൂ. ഞാൻ നിങ്ങൾക്കൊരു പാര വെക്കുകയാണ്, നല്ല നീളമുള്ളൊരു വലിയ പാര വെച്ചാൽ നാളെ ഈ പാര എനിക്ക് തിരിച്ചു വന്നാൽ എന്റെ വായി നീണ്ടിരിക്കും. അതുകൊണ്ട് എനിക്ക് വിഴുങ്ങാവുന്ന പാരയെ നിങ്ങൾക്ക് വെക്കാവൂ. പക്ഷേ പലരും വെച്ചേക്കുന്ന ഒരു വല്ലാത്ത പാര, ഈ പാര തിരിഞ്ഞു വരുമെന്നും കണ്ട ഇവര് ഇളക്കുന്നൊക്കെ പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ശബത്ത് ദിവസത്തിൽ യേശു വല്ലം ചെയ്യുന്നതേ അവർക്ക് വിഷയമുള്ളൂ. സ്തോത്രം. ചോദിച്ചു, ശബത്തിൽ നിന്റെ ഒരു കാളയോ കരുതിയോ ആമീൻ സ്തോത്രം കുഴി വീണാ നീ അതിനെ വലിച്ചു കയറ്റത്തില്ലേ? ശബത്തിൽ പുരോഹിതന്മാർ ആമീൻ സ്തോത്രം ദേവാലയത്തിൽ വെച്ച് ശബത്തിൽ ലംഘിക്കുന്നില്ലേ? ഇതിനൊന്നും കുഴപ്പമില്ലേ? ഞാൻ ശബത്തിൽ അബ്രഹാമിന്റെ മകളാകുന്ന ഇവളുടെ രോഗബന്ധനം അഴിച്ചതാണോ പ്രശ്നം? നീ തകർക്കപ്പെട്ട് കിടന്നാൽ ആർക്കും വിഷയമല്ല. മനുഷ്യന്റെ ബന്ധനം അഴിഞ്ഞ പലർക്കും വിഷയമാണ്. നീ ദൈവമായാൽ പലർക്കും വിഷയമല്ല. എന്നെ കേൾക്കുന്ന ദൈവമേ, യേശു തമ്പുരാൻ ചെന്നു. മറ്റാരെയും വിളിച്ചില്ല, അവളെ തന്നെ വിളിച്ചു. ഇങ്ങനെ പറഞ്ഞു അവിടെ മേലോട്ട് കൈ വെച്ചു. പ്ലീസല്ലോ പുള്ളിക്കാരി അങ്ങ് നോന്നു. അപ്പൊ നീ നോന്നതാ പ്രശ്നം. നീ നമുക്ക് പലപ്പോഴും ഈ ശബത്ത് എന്ന് പറയുമ്പോൾ യഹൂദൻ ചിന്തിച്ചിരിക്കുന്നേ. ശ്രദ്ധിച്ചോണേ, ഞാൻ ആത്മീയ അർത്ഥം കൂടെ പറഞ്ഞു. യഹൂദൻ ശനിയാഴ്ച ദിവസമാണ് അവന്റെ ശബത്ത്, യഹൂദന്റെ ശബത്ത്. പക്ഷെ ശബത്ത് നിങ്ങള് ഒന്നാം ഉൽപ്പത്തി പുസ്തകം ആമേൻ 1-ാം അധ്യായം മുതൽ താഴോട്ട് പഠിച്ചു വരുമ്പോൾ 1-ാം ദിവസം ദൈവം നല്ലതെന്ന് കണ്ടു, അല്ലേ? സന്ധ്യയായി വിശുദ്ധമായി. ഇങ്ങനെ 6 ദിവസവും ദൈവം എന്തോ കൊടുത്തു? നല്ലതെന്ന് കണ്ടു. 7-ാം ദിവസം ദൈവം എന്തോ കൊടുത്തു? ചുമ്മാ ഇരുന്ന് സ്വസ്ഥമായിട്ടിരുന്നു. നമ്മുടെ നാടൻ ചുമ്മാ എന്നെ കേൾക്കുന്നത് സ്വസ്ഥമായിട്ടിരുന്നു, ഇല്ലേ? ഞാനെല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചോണം, നീ 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ, 6-ാം ദിവസം വരെ നീ എങ്ങനെ ഇരുന്നു? ഓ, നല്ലതെന്ന് ദൈവം കണ്ടു. പ്രൈസ് ദി ലോർഡ്. നല്ലതെന്ന് കണ്ടിട്ടുള്ള സ്വസ്ഥതയാണ് സാക്ഷാൽ ശബത്ത്. മനസ്സിലായോ? നീ രോഗിയായിരുന്നിട്ടുള്ള വയ്യാഴിയല്ല ശബത്ത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രശ്നം മാറി നീ സ്വസ്ഥമാകുന്നത് ആ ശബത്ത്. മനസ്സിലായി? നിന്റെ പ്രശ്നം മാറി, നിന്റെ പ്രതികൂലം മാറി, നിന്റെ രോഗം മാറി, നീ നല്ലതായി സ്വസ്ഥമായിരിക്കുന്ന നിന്റെ ശബത്ത് എന്ന് പറയുന്നത് നീ സമാധാനമായി സന്തോഷമായി സ്വസ്ഥമായിരിക്കുന്ന തമ്പുരാൻ ഇഷ്ടം. തമ്പുരാൻ ഇത് കാണാനായിരിക്കുന്നേ, അല്ല നീ കരഞ്ഞു വിളിച്ച് ഊരി നടക്കുന്ന കാണാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് തമ്പുരാൻ ശബത്തിൽ അവരെ നിവർത്തിയത്. എന്റെ വ്യാഖ്യാനത്തോട് നിങ്ങൾക്ക് എത്രത്തോളം ഒക്കുമെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമീൻ സ്തോത്രം. പക്ഷേ ദൈവം എനിക്ക് തന്ന ആമീൻ സ്തോത്രം ദൈവദിനത്തിന്റെ ഒരു പരിധി വെച്ച് ഞാൻ അങ്ങ് പറഞ്ഞു പോവാം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കാൻ കഴിഞ്ഞോ? തമ്പുരാനെല്ലാം നല്ലതെന്ന് കണ്ടിട്ട് അസ്വസ്ഥമായിരുന്നേ. നീ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് അവന് സ്വസ്ഥത ഇല്ലാതിരിക്കുമ്പോൾ അവന് ശബത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ലോകം പറഞ്ഞ ശബത്തിന്റെ നടുവിൽ, നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ അവൻ കടന്നു വന്ന് അവൻ ഇന്ന് നിനക്ക് ശബത്താക്കി തന്നു. എന്റെ ആശയത്തോട് യോജിക്കുന്നവർ സ്തോത്രം. വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആമീൻ സ്തോത്രം. യേശു പറഞ്ഞു ഹല്ലേലൂയ സ്തോത്രം, ഇവളും അബ്രഹാമിന്റെ മകളാകയാൽ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവളെ നോക്കിയപ്പം അവിടെ പാരമ്പര്യം എവിടെ കിടക്കുന്നേ? ഓ ദൈവത്തിന് സ്തോത്രം. നല്ല കുടുംബത്തിലൊക്കെ ജനിച്ചതാ, പക്ഷെ കെട്ടപ്പെട്ടതായിട്ട് കിടക്കുക. നിങ്ങളുടെ അവിടെ ശുശ്രൂഷിച്ചിട്ട് മടങ്ങി കുറങ്ങാൻ പോലും പറ്റും. ഞാൻ രാവിലെ നല്ല ക്ഷീണിതനാണ്. രാവിലത്തെ ദൈവദിനം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പവറായി. അവിടെ വ്യാപരിച്ച അന്ധകാര മണ്ഡലം അഴിയുകയാണ്. ഈ ആത്മീക വ്യാപാരത്തെ കുറിച്ച് ഒത്തിരി പേർക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പണ്ട് ഒരാള് ഹല്ലേലൂയ എന്റെ ഭവനത്തിൽ ഒരു വിഷയമായിട്ട് വന്നു. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുന്ന ശ്രദ്ധിച്ചോണം, പ്രാർത്ഥിക്കാനിരിക്കുന്ന ആമീൻ സ്തോത്രം. ചില സന്ദർഭങ്ങളിൽ ഈ വ്യക്തി ആ എടുത്തിട്ട് കിടക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. നടന്നിട്ടുള്ള കാര്യം.
ആമേൻ. പത്രോസിന്റെ നിഴലിൽ പോലും, നമ്മുടെ കർത്താവിന്റെ തുപ്പലിൽ പോലും വാക്കിനകത്ത് മുഴുവൻ സൗഖ്യം നിറച്ചു വെച്ചു. നമ്മൾ കാണുന്ന ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ ആത്മമണ്ഡലം. ആമേൻ. നമുക്ക് ആ നിലയിലോട്ട് വീഴാൻ പറ്റാത്ത സ്തോത്രം. ഞാൻ ഒത്തിരി ഈ ആത്മമണ്ഡലം ഒത്തിരി രഹസ്യങ്ങളുണ്ട്, ഒന്നും പറയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ സ്തോത്രം. വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകുകയാണ്. ആമേൻ സ്തോത്രം. ഇപ്പോ നിങ്ങൾ വന്നേ. ആമേൻ സ്തോത്രം. ഉഗ്രന്മാരായ രണ്ടെണ്ണം അല്ലേ? സമയത്തിന് മുമ്പേ ധന്യിപ്പിക്കാൻ നീ വന്നു. ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതിന് ഇവിടുന്ന് പോണോ? ഇവിടുന്ന് എന്തൊരക്കത്തില്ല, ഇവന് പോകണമെന്നില്ല. ഇവിടെങ്കിലേലും ഒക്കെ ചുറ്റി പറ്റി ഇവനിങ്ങനെ. അപ്പൊ ഇതെന്തോടത്തെന്നറിയാമോ? സ്തോത്രം. പറഞ്ഞു, ഞങ്ങളെ വിടുവാന്നേലേ ഇത് നോക്കി എങ്ങോട്ടാ പറ്റിയ സ്ഥലം. സ്തോത്രം. ഒന്നോട് മനസ്സിലായിക്കോണം. ഒന്നോട് നമുക്ക് 11 വരിക. സ്തോത്രം. ഏത് 11? പെട്ടെന്ന് വാ. ലൂക്കോസ് 11. ആമേൻ സ്തോത്രം. അതിന്റെ താഴെ നിങ്ങൾ കണ്ടോ? ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യന്റെ ഭവനത്തിന്റെ സ്ഥിതി. കണ്ടോ? സ്തോത്രം. യേശുബേലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കി എന്നവർ പറയുമ്പോൾ അതിന്റെ താഴെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു. എന്നാ പറഞ്ഞേ? ഒരു മനുഷ്യൻ, ആമേൻ, അല്ലല്ല, താഴോട്ട് പോട്ടെ. ഒരു മനുഷ്യന് അവൻ തന്റെ ഭവനത്തിൽ ദുരാത്മാവിന്റെ വ്യാപാരം ഉണ്ടായിരുന്നു. അവൻ എന്തെടുത്തു? തന്റെ ഭവനം അടിച്ചു വാരി. കണ്ടോ? സ്തോത്രം. ഇപ്പം വായിച്ച എത്രയായിരുന്നു? 24 അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയി. 24 വാക്യം. യെസ്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയി നീരില്ലാത്ത സ്ഥലങ്ങളിൽ, പ്രദേശങ്ങളിൽ തണുപ്പ് നടക്കുന്നു. തിരഞ്ഞു നടക്കുകയാണ്. അടുത്തത് കാണാഞ്ഞിട്ട് ഞാൻ വിട്ടുപോന്ന വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് പറഞ്ഞു. നിൽക്കണേ സിസ്റ്ററെ, എനിക്കവിടെ വായിച്ചു തന്നെ. ഇപ്പം ഇതെവിടെങ്കിലും ഇവനെവിടെങ്കിലും പോയി പാർക്കണം. ഇത് ഒരാത്മാവാണ്. ഇതിനെവിടെങ്കിലും പോയി പാർക്കണം. മനസ്സിലായി? അപ്പം ഒരു മനുഷ്യനെ വിട്ട് ആ ദുരാത്മാവ് പോയി. വിട്ടിത് താമസിക്കാൻ, അതിന് പാർക്കാൻ സൗകര്യമില്ലാതെ അതിങ്ങനെ എന്തൊടുക്കാം, സ്ഥലം അന്വേഷിച്ച് നടന്നിട്ടെങ്ങും തണുപ്പുള്ളൊരു സ്ഥലമില്ല. ഇതിന് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഏതിന്? ഈ പിശാചിന്. അങ്ങനെയല്ലേ അവിടെ എഴുതിയിരിക്കുന്നേ? ഓ, പിശാചിന്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പിശാചുകൾ. ഇതുങ്ങളെ ഓടിക്കാനായി ഈ ചൂടുള്ള മലയാളികളെ ഇങ്ങോട്ട് വിട്ട്. മനസ്സിലായോ? ഇത് തണുപ്പ് നിറഞ്ഞിങ്ങനെ തിരക്ക് നടന്നിട്ട് അവിടെ എങ്ങും തണുപ്പില്ല, എല്ലായിടത്തും ചൂടാണ്. ഇത് പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ തിരിച്ചു ചെന്നപ്പോ ഉണ്ടല്ലോ, ഇവന്റെ വീട് വൃത്തിയാക്കി അലങ്കരിക്കും. നോക്കണേ, സ്വത്രം. നല്ല ഫോട്ടോ ഒക്കെ വെച്ച് ഗിൽറ്റ് പേപ്പറൊക്കെ ഒട്ടിച്ച് അവൻ സ്വത്രം എഴുതിരിയൊക്കെ കത്തിച്ച് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കാം. അടിച്ചു മാറിയിട്ടുണ്ട്. നേരത്തെ അപ്പം എന്തൊടുക്കത്തില്ലായിരുന്നു? ഇവൻ താമസിക്കുന്നവിടുത്ത് സ്വത്രം ചില വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഇവിടെ വല്ല കൊണ്ടിടും. അത് അങ്ങോട്ടും കിടക്കുന്നു, ഇങ്ങോട്ടും കിടക്കണം. സ്വത്രം. പിന്നെ ഒരൊറ്റ ചോദ്യം, പാസ്റ്റർ നേരത്തെ ഒന്ന് ഇൻഫോം ചെയ്തിട്ട് വരാം. മനസ്സിലായി കാണും. ഞങ്ങളുടെ വീട്ടിലൊരു പരിപാടിയുണ്ട്. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ എൻ്റെ ഭാര്യയ്ക്കുള്ള ഡ്യൂട്ടിയാണ്. എഴുന്നേറ്റാൽ ഉടനെ പ്രാർത്ഥിക്കുക. ആമേൻ സ്തോത്രം. പ്രാർത്ഥിച്ചിട്ട് നേരെ ആമേൻ റൂമിലോട്ട് കയറി ഒന്ന് വൃത്തിയായിട്ട് തലയിരിക്കണം. സ്തോത്രം. അല്ല, മനസ്സിലായോ? ഈ സാധനം നല്ലതാ. നമ്മൾ ഇതിന് എന്താ വില കൊടുത്താൽ ഇത് ഉണക്കുന്നൊക്കെ അറിയാം. ഗ്യാസൊക്കെ കാണി ഉണങ്ങി സൂത്രം ഇട്ടൊന്നൊക്കെ നടക്കുക. പക്ഷെ ഇത് പ്ലേറ്റ് വന്നാൽ ഇഷ്ടപ്പെടത്തില്ല എല്ലാവർക്കും. സാധനം വിലയുള്ളതാണ്, നല്ലതാണ്. പക്ഷെ ഇത് ആരുടെയെങ്കിലും പ്ലേറ്റിൽ ചെന്നാൽ എന്തൊടുക്കത്തില്ല, ഇഷ്ടപ്പെടത്തില്ല. അപ്പൊ ആദ്യം ചെയ്യുന്ന എന്തുവാ? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ആദ്യം നമുക്ക് ചെയ്യണം. ആമേൻ സ്തോത്രം. ആദ്യം നമ്മൾ തന്നെ ഒന്ന് വൃത്തിയാവണം. സ്തോത്രം. അതിനുശേഷം സ്തോത്രം എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ ക്രമക്കേടായിട്ട് കിടക്കുന്നതൊക്കെ എന്തൊടുക്കണം? ആമേൻ സ്തോത്രം. പുതപ്പ് ചുരുട്ടി എടുത്തും തലേണ വേർത്തിട്ടു പോകരുത്. രാവിലെ ഇതിന്റെ തലേണ അതിന്റെ സാധനത്തോട്ട്
അതിന്റെ സ്ഥാനത്തിട്ട് ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വന്നേ, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് പിടിച്ചിട്ട് സ്തോത്രം അതിന്റെ മണ്ടയിലോട്ട് നിങ്ങൾ പുതയ്ക്കുന്ന സാധനത്തിന്റെ പേരെന്താ പറയുന്നത്? ആ ബ്ലാങ്കറ്റ്. സ്തോത്രം എന്തായിരുന്നാലും അതും എടുത്ത് വൃത്തിയാക്കി ഇട്ടു അല്ലയോ? ഓ ഒരാമയും പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ മുമ്പ് ഒരിടത്ത് മാഞ്ചസ്റ്റർ വെച്ച് ഒരിടത്ത് ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അവർ പറയാം, പാസ്റ്റർ ഞങ്ങളുടെ ബെഡ്റൂം എല്ലാം വല്ലാതെ കിടക്കുവാണ്. പ്രൈസ് ദി ലോർഡ്, വല്ലാതെ കിടക്കുകയാണ്. സ്തോത്രം. അതിന്റെ അർത്ഥം എന്തുവാ? ആമീൻ. സ്തോത്രം. എഴുന്ന പാടെ ബ്ലാങ്കറ്റ് തൊഴിച്ച് പറിച്ച് ഒറ്റ ചാട്ടോ. ഗ്ലോറി. ഞാനീ പറഞ്ഞ ആശയം, നമ്മുടെ വീട്ടിൽ വരുമ്പോ അറിയാം ഇവരുടെ വീട്ടിൽ വിശാലുണ്ടോ. ഈ വിചാരം ഉണ്ടെങ്കിൽ ഇത് വലിച്ചു വാരി കൂപ്പൈ ചാക്കുമായിട്ടൊക്കെ ഇങ്ങനെ ഇട്ടേക്കും. നിങ്ങളുടെ കുഴപ്പമാണ് അവൻ ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് ഒട്ടെങ്കിലും നമ്മുടെ വീടൊക്കെ ഒന്ന് നീറ്റാക്കുമല്ലോ. ഞങ്ങള് ദേവദാസന്മാര് വരുമ്പോ സ്വോത്രം ഫാസ്റ്റ് ഇത് നിങ്ങളോട് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് എന്നെ കൊണ്ട് പറയുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ അത് അടിച്ചു വാരിയും അലങ്കരിച്ചതായിട്ട് കണ്ടു. സ്തോത്രം. ഇപ്പൊ ഇവൻ അതിന്റെ അർത്ഥം ശ്രദ്ധിച്ചോണേ. ഇവൻ ചെന്ന് ഇപ്പൊ തന്നെ അതിനകത്ത് കയറിയാൽ ഇവന് നിൽക്കാൻ പറ്റത്തില്ലെന്ന് ഇവൻ അറിയാം. കാര്യമുണ്ട് ഈ വീട് എന്തായി ക്രമീകരണം, ഒരു പ്രൈസ് ദി ലോർഡ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഈ വീട്ടിൽ രക്ഷ വന്നില്ല, ക്രമീകരണമേ വന്നു. യേശു കർത്താവ് സഖായുടെ വീട്ടിലോട്ട് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കറിയാമോ? ഈവനും അബ്രഹാമിന്റെ മകനാകയാ ഇന്ന് ഇതുവരെ കാശുണ്ടാക്കി, പക്ഷേ വീടിന് രക്ഷ വന്നില്ല. മനസ്സിലായോ? പലതും നിന്റെ പക്കലുണ്ട്, അവൻ തട്ടിച്ചതും വെട്ടിച്ചതും ഒക്കെ ഉണ്ട്, പക്ഷെ വീട്ടിൽ എന്തോ ഇല്ല, രക്ഷയില്ല. ആമേൻ. യേശു ക്രിസ്തു കർത്താവ് തന്റെ ശിശുമാരെ അയക്കുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ ആമേൻ സ്തോത്രം, നിങ്ങൾ ആ വീടിന് സമാധാനം പറയണം. അവിടെ ഒരു സമാധാനപുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവന്റെ മേൽ വസിക്കും. ആമേൻ. നമ്മുടെ വീട്ടിൽ നമ്മൾ ആരായിരിക്കണം? സമാധാനം. ആമേൻ. തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ. സമാധാനം ഉണ്ടാകുകയല്ല. ആമേൻ. അച്ചായന അബദ്ധത്തിൽ വല്ലതും പറഞ്ഞാൽ നിങ്ങൾ എന്തോന്ന് എന്റെ നേരെ ചാടാൻ ചോദിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങളെക്കാൾ ഒട്ടും മണിക്കൂറിന് എനിക്ക് കുറവില്ല, ആമേൻ, രണ്ടൂടെ എനിക്ക് കൂടുതലേ ഉള്ളൂന്നൊന്നും പറയരുത്. അവനായിട്ട് നിന്ന് സമാധാനം ഉണ്ടാക്കണം. രാമി പറഞ്ഞേ. ഓ സഹോദരിമാര് വേണമായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ എന്തോടക്കണം? സമാധാനം ഉണ്ടാക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീടിന് ക്രമീകരണം വന്നു, പക്ഷെ ഭവനത്തിന് എന്തു വരണം? രക്ഷ വരണം. കർത്താവ് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നു. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ പിശാചി ചെയ്ത് എന്തുവാന്നറിയാമോ? നേരെ പോയി അതുകൊണ്ട് തന്നിലും ഇങ്ങോട്ട് നോക്കി, അടുത്തൊരു സൈസ് ദുഷ്ടതയുള്ള നിസാര വിശാശല്ല. ഇത് കേറിയ ഇവൻ ഇതേ കാണിക്കത്തുള്ളൂ. എന്തുവാ? ദുഷ്ടത. ചെറുതാണോ? തന്നിലും ദുഷ്ടത ഏറിയ ഒന്നാണോ? 7 എണ്ണത്തിനുണ്ട്. ഇനിയിപ്പോ നിങ്ങൾ നോക്കണേ, ഇനി അടുത്ത രഹസ്യം കൂടെ പറയാം. നിങ്ങളുടെ കപ്പാസിറ്റി ഇവൻ അളന്നിട്ടാ പോയെ. അതിന്റെ അർത്ഥം ആത്മബലം അളന്നിട്ടാ പോയെ. 6 എണ്ണം വരെ വന്നാലും പിടിച്ചിരിക്കും. അല്ല, പിടി കിട്ടിയോ? അതുകൊണ്ടാ പൗലോസ് പറഞ്ഞു, നിങ്ങൾ മേൽക്കുമേൽ ശക്തി പ്രാപിക്കണം. ഇവൻ എന്തോ കൊടുക്കും? പിടിച്ചിരിക്കും. പക്ഷെ ഇവനെ കടത്തി വെട്ടുന്ന ഒന്നുകൂടെ വന്നാലേ ഇവനെ എനിക്ക് പരാജയപ്പെടുത്താൻ പറ്റുമോ? പിശാചിന്റെ തന്ത്രം. ഏഴുങ്ങടാ വീട്ടിൽ എന്ത് കൊടുത്തു? എന്താ ഇപ്പൊ ഇവന് ഇതിനെ പിടിച്ചു നിൽക്കാനുള്ള ത്രാണിയില്ല. കർത്താവിന്റെ വചനം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ കർത്താവിന്റെ അമിതബലത്തിൽ ശക്തിപ്പെടണം.
എന്തിനാ കുഞ്ഞെ ശക്തിപ്പെടുന്നേ? ശരിയാ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ക്രമീകരണമൊക്കെ പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആമേൻ, സ്തോത്രം, ചിലതിനെ തകർക്കാനുള്ള ആത്മബലം നിന്റെ മേലില്ല. ഈ ദിവസങ്ങളിൽ ചിലതിനെ തകർക്കാനുള്ള ആത്മബലം നിന്റെ മേലില്ല. എന്റെ യേശു കർത്താവിന് അതുണ്ടായിരുന്നു. മനസ്സിലായോ? അതാണ് ലൂക്കോസ് എടുക്കണ്ട. ലൂക്കോസിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ലൂക്കോസിന്റെ 4:14 വായിച്ചു. യേശു ആത്മാവിന്റെ ശക്തിയോടെ, ആത്മാവ് മാത്രം പോരാ, ആത്മാവിന്റെ ശക്തി കൊണ്ട്. ശക്തി വാവട്ടെ പറ. ഇങ്ങോട്ട് നോക്ക. കൃപ പോരാ, ശക്തി. എന്നാ ശക്തി എന്ന് പറഞ്ഞ? എന്നാ ശക്തി എന്ന് പറഞ്ഞ? ഇനി ഞാൻ ചോദിച്ചാലും നിങ്ങൾ ഇത് തന്നെ പറയും. സൂര്യനുണ്ടല്ലേ? സൂര്യനുണ്ട്. വെളിച്ചം തന്നെയാണോ? ഇത് കൃപ, വെളിച്ചം. അതിൻ്റെ കൂടെ എന്തോടുണ്ട്? ചൂട്. ചൂട്. ഇത് ശക്തി. വന്നില്ല, മനസ്സിലായോ? സൂര്യന്റെ വെളിച്ചം കൃപ എന്ന് വെച്ചോ, ഉദാഹരണമാണ് കേട്ടോ. ആമേൻ. പക്ഷേ ഈ വെളിച്ചത്തിന്റെ മുമ്പിൽ ഒരു പാത്രത്തിലെ വെള്ളം കുറച്ചു നേരം ഇരിക്കാമെങ്കിൽ എന്തോ കൊടുക്കും? ചൂടാവും. സ്തോത്രം. ഇത് ശക്തിയാ. എന്തെങ്കിലും ഒരു സാധനം ചൂടാകണമെങ്കിൽ എന്തോ ഉണ്ടായിരിക്കണം, ഒരു ശക്തി പ്രവർത്തിക്കണം. പ്രവർത്തിച്ചാലേ ചൂടാവത്തു. ഇതാ ചിലരൊക്കെ ചൂടാവാനുള്ള ശക്തി. അതിനും ആമീൻ പറഞ്ഞതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ ശ്രദ്ധയില് നിങ്ങളിൽ ചിലർ ചൂടാകാനുള്ള ശക്തിയുടെ കാര്യം പറഞ്ഞപ്പോഴും ആമീൻ പറഞ്ഞു. ആമീൻ എന്നുള്ളതിന്റെ അർത്ഥം എന്തുവാ? ഓ പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ പറഞ്ഞ ചോദ്യം ശ്രദ്ധിച്ചിരിക്കണേ ദൈവത്തിന്. ആമേൻ. അപ്പൊ മനസ്സിലായോ എന്താ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കൃപയും? പ്രൈസ് ദി ലോർഡ്. ഇപ്പം വെളിച്ചം മാത്രം പോരാ, നിന്നിലൊരു ശക്തിയുണ്ട്. ഈ ശക്തിക്ക് മാത്രമേ എന്തെടുക്കാൻ പറ്റത്തുള്ളൂ? ചിലതിനെ തകർക്കാൻ പറ്റും. അതുകൊണ്ട് ലൂക്കോസ് സുവിശേഷം എഴുതി, യേശു ആത്മാവിന്റെ ശക്തിയോട് ഗലീലയിലേക്ക് മടങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങള് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം വാക്യം വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം വാക്യം. അശുദ്ധാത്മാക്കൾ ബാധിച്ചവരും സൗഖ്യം പ്രാപിച്ചു. അടുത്തത് ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും. ആമേൻ. ശക്തി പുറപ്പെടുന്നതാ. ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ? അശുദ്ധാത്മാക്കൾ ബാധിച്ച പലരും സൗഖ്യം പ്രാപിച്ചു. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യമാക്കി. അപ്പൊ ശക്തി പുറപ്പെട്ട ചിലത് നടക്കും. കർത്താവ് സൗഖ്യം വരാൻ കാരണം എന്നറിയാം. ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. ശക്തി അവന് പുറപ്പെട്ടു. ശക്തി അവന് പുറപ്പെട്ടു. ശക്തി അവന് പുറപ്പെട്ടു. 12 സംവത്സര രക്തസ്രാവക്കാരിയായ സ്ത്രീ, ആമേൻ, സ്തോത്രം, ജനത്തിന്റെ പുറകിലൂടെ ചെന്ന് കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. കർത്താവ് എന്നെ തൊട്ടതാരാ? ശിശുമാർ ചോദിക്കും, ഇത്രയും പേര് ആമേൻ തട്ടി ഉരുമി നിന്റെ ആമേൻ ദേഹത്ത് തൊട്ട് പോകുമ്പോ നിന്നെ തൊട്ടതാരെന്ന് ചോദിച്ചോ? അല്ല, കർത്താവ് പറഞ്ഞു ശക്തി എന്ന് പുറപ്പെട്ടു. നീ തൊടാനിറങ്ങിയാൽ ശക്തി അവനെന്ന് പുറപ്പെട്ടു. എല്ലാവരും സൗഖ്യമാക്കി. അപ്പൊ ശക്തി എന്തൊടുക്കുന്ന ലേഖനത്തിൽ പറഞ്ഞു, ഈ ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം എന്ന് വരേണ്ടതിന് അത് ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ അത്രേ. ഓ ദൈവം നിങ്ങളെ പഠിപ്പിയോ? ഇല്ലെന്ന് നിങ്ങൾ പറയും. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾ വരുന്നില്ല. ഹല്ലേലൂയ. നിങ്ങളിന്ന് എനിക്കൂടെ മനസ്സിലാക്കണ്ടേ? എന്നെ കൊണ്ടത് വാ, ക്ഷമിച്ചോ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അങ്ങനെയാണെങ്കിൽ തിരിച്ചറിയട്ടെ, നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയാണ് അന്ധകാര മണ്ഡലത്തെ തകർക്കുന്നത്.
അവൻ ഈ ഉഗ്രന്മാരായ ദുരാത്മാക്കൾ പറയുകയാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ. തിരിച്ചു പോയി ഞാനാണ് അവൻ ഒന്നോണം കൂടെ വരണം, എത്തിപ്പോയി. അവൻ ഉഗ്രന്മാരായ ആമീൻ സ്തോത്രം ദുരാത്മാക്കൾ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ. മനസ്സിലൊരു കാര്യം ചെയ്യും ആമീൻ സ്തോത്രം. അമ്മാരയിലുള്ള പന്നിക്കൂട്ടത്തിലേക്ക് ഞങ്ങൾ വിട്ടേ. ഭർത്താവ് പറഞ്ഞു പൊക്കോളം പറഞ്ഞു. അപ്പം സാധാരണ എന്തിലാ ഇത് കയറുന്നേ? ഓ പന്നിയുടെ സ്വഭാവം ചെവിയിലേക്ക് തിരിച്ചു പോകും. സ്വത്രം വ്യാഖ്യാനിക്കുന്നില്ല. മനസ്സിലായോ? എടാ ദൈവം പ്രാപിച്ചിട്ട് പിന്നെ ചെളി പോയി. നിന്റെ അങ്ങനെ പോകുന്നവരുടെ പേര് നിങ്ങൾ പറ. നീ കേൾക്കാണല്ലോ പാ കേൾക്കാം. അവന്റെ മേൽ ഇവൻ കയറും. ആരെ? ഉഗ്ര ശക്തികൾ. മനസ്സിലായി? ഇനി അടുത്തതിന്റെ പരിപാടി നോക്ക്. ഇത് കേറിയതല്ല. ആമേൻ സ്തോത്രം. ഈ മൃഗങ്ങൾ എന്തൊടുത്തു? കടും തൂക്കോടെ കടലിലോട്ട് ചാടി. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇത് കൂടിയത് എന്തിനാണെന്നറിയോ? നിന്നെ കൊല്ലാൻ. നിന്നെ കൊല്ലാൻ, നിന്റെ കുടുംബത്തെ ഒതുക്കാൻ. അവൻ ആ സമയമാവുമ്പോൾ നിന്നെ ഏത് വിധേനയും കൊണ്ട് അവൻ എവിടെങ്കിലും വണ്ടിക്കാണെ വണ്ടിക്ക്, വീഴ്ചയാണെ വീഴ്ച, അവൻ ഏത് തലത്തിലായാലും നിന്നെ കൊണ്ട് ഒതുക്കാൻ സമയം വെച്ച് വിഷാദത്തോട് തിരിക്കുക. ക്രമീകരണം ചെയ്ത് വാദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തമ്പുരാന്റെ കൃപ നിന്റെ മേൽ വരുന്നത്. മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവന്റെ മേൽ വന്നപ്പോൾ ദുഷ്ടശക്തി വിട്ടുപോയി. സ്തോത്ര. ഇത് നമ്മുടെ കഴിവല്ല, ദൈവത്തിന്റെ കൃപ. എന്നെ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. ഇത് ആക്സിഡന്റ് ആണ്. ആക്സിഡന്റ് ആണ്. സ്തോത്രം. ഇതൊരൽപ്പം കൂടി ഇങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ അന്നേരം തീർന്നെ. ഇതൊരൽപ്പം കൂടെ ഒരു നെല്ലോല കനത്തി മേലോട്ട് കയറിയുന്ന ഒരു കണ്ണുപോയിനെ. സ്തോത്രം. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഈ വേദപുസ്തകമായി നിൽക്കാൻ ദൈവത്തിന് പ്രസാദമുള്ളത് കൊണ്ട് ശത്രുവിന്റെ കരത്തിൽ വിട്ടുകൊടുത്തില്ല. എത്ര എത്ര അനർത്ഥങ്ങൾ അപകടങ്ങൾ കണ്ണിന്റെ മുമ്പിലൂടെ കടന്നുപോയി. പക്ഷെ കർത്താവ് എന്തൊടുത്തു? അതിനെല്ലാം നടുവിൽ ഇറങ്ങി വിശ്വസിക്കാൻ. വാഹനം ഓടിച്ചു പോകുമ്പോൾ നിങ്ങൾ ഡ്രൈവിംഗിന്റെ കഴിവല്ല, സ്തോത്രം, വർഷങ്ങളായുള്ള എക്സ്പീരിയൻസ് അല്ല കുഞ്ഞെ. നീ അറിയാതെ നിന്നെ കൊണ്ട് ചവിട്ടിക്കില്ല. എന്റെ സഹോദരനുണ്ടായിരുന്നു, പെരുമ്പഴക്കാരനാണ്. രണ്ടു ദിവസം രാത്രി ഒരു ആത്മദർശനം കണ്ടു. അദ്ദേഹത്തിന്റെ ഓട്ടമുണ്ട്. അന്ന് ഇന്നേക്കൊരു 10-15 വർഷമായി കേട്ടോ. അന്ന് ഫോണിനൊക്കെ നമ്മുടെ നാട്ടിലെ സാഹചര്യം, ഇപ്പോഴാ മൊബൈലൊക്കെ എല്ലാവർക്കും സ്വത്രം. തെങ്ങ കയറുന്ന തെങ്ങ നിന്നിട്ടാ ചോദിക്കുന്നു, മാമ എളുപ്പം പിരിക്കണം എന്നൊന്നിലൂടെ എന്നോ സൗഖ്യമാക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്തെടുത്തു? ആമേ സ്വത്രം. ഇദ്ദേഹത്തിന് ഒരു ആക്സിഡന്റ് വരുന്നത് ആത്മാവിൽ ദർശനം ഞാൻ കണ്ടു. രാത്രി ഞാൻ വേറൊരാളെ വിളിച്ചു പറഞ്ഞു, പ്രഭാതത്തെ ഈ മനുഷ്യന്റെ വീട്ടിൽ ഞാൻ വിട്ടു. അവിടെ ഫോണില്ല മനുഷ്യൻ. ഇട്ട് പറഞ്ഞു, ബ്രദർ ഇന്ന് വണ്ടി കൊണ്ട് ഇറങ്ങരുത്, എനിക്കൊരു അപകടം വരും. പക്ഷേ രാവിലെ അത്യാവശ്യമായിട്ട് ഇദ്ദേഹം വേറെ ആരാട്ടെ എങ്ങാണ്ട് കൊണ്ടുവിടാൻ വേണ്ടി പോയി കഴിഞ്ഞു. ഇദ്ദേഹം ചെല്ലുന്നായിരുന്നു. ആ മനുഷ്യന് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. ശ്രദ്ധിച്ചോളെ, ശക്തമായി പ്രാർത്ഥിച്ചു. സംഭവിച്ചു. മേളിൽ നിന്ന് ഒരിറക്കമാണ്. ഓട്ടോ മേലോട്ട് കയറി പോന്നു, താഴോട്ട്. ആമേൻ സ്തോത്രം. ഒരു ഫുൾ ലോഡ് ആമേൻ സ്തോത്രം പാറക്കല്ലുമായി ഒരു ലോറി ഇറങ്ങി വരുമ്പോൾ ചവിട്ടിയിട്ട് നിൽക്കുന്നില്ല, ബ്രേക്ക് ഇല്ല. സ്തോത്രം. ഓട്ടോ മേലോട്ട് കയറി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിൽ നിന്ന് അവർ അലറി മാറ്റവും ഇതേ കേൾക്കുന്നില്ല. വിളിച്ചു പറയട്ടെ, എങ്ങനെ ഈ ഓട്ടോ എടുത്തു മാറ്റി ദൈവത്തിനറിയാം. പക്ഷേ ഓട്ടോ ആരോ പൊക്കിയെടുത്ത് സൈഡിൽ വെച്ചേക്കുന്ന എന്തുവാ
കഴിഞ്ഞ രാത്രി കണ്ട വിഷയത്തിന് മുമ്പ് ദൈവസന്നിധിയിൽ ദൈവഭൃത്തന്മാരെന്ന് പ്രാർത്ഥിച്ചെന്നേ. നിന്റെ പ്രാണന്റെ രഹസ്യം സാജു പാസ്റ്റർ കഴിഞ്ഞ ഒരു 8 മാസത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ ചർച്ച് ഗ്രൗണ്ടിൽ വെച്ച് ഒരു മ്യൂസിക് നൈറ്റ് ഈ മ്യൂസിക് നൈറ്റ് നടത്താൻ ഞങ്ങൾ വളരെ സ്നേഹിതന്മാർ, വളരെ സൗഹൃദമുള്ളതുകൊണ്ട് അവരെൻ്റെ ദൈവദാസന്മാരുടെ അടുത്ത് വന്ന് പറഞ്ഞു, സ്തോത്രം ഫസ്റ്റ് വരണം. ഞാൻ ചെന്ന് അത് ഒരു ചെറിയ മെസ്സേജ് ഉദ്ഘാടനം ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. സ്തോത്രം. ഞങ്ങൾ ആ സ്നേഹിതരായതുകൊണ്ട് പെട്ടെന്ന് വൈഫ് ചായ കൊണ്ടുവന്നു. ഓഫീസിൽ വെച്ച് തന്നെ സ്തോത്രം ഞങ്ങൾ ചായ കുടിച്ചു. പോകാൻ ദൈവത്തിൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു സാധിപ്പാസ് ഓഫീസിൽ തന്നെ നടുവെച്ച് മടക്കി സ്തോത്രം. സാരമില്ല, കരഞ്ഞോട്ടോ. പ്രൈസലോ അതിനും കൊല്ലം കൊടുത്തു. വേണമെന്ന് എഴുന്നേറ്റ് നടന്നു. പ്രൈസലോ ദൈവമക്കളെ സംഭവിച്ചത് എന്താണെന്നറിയാമോ? പ്രൈസലോ പ്രൈസലോ ഒന്ന് വന്നേ. സംഭവിച്ചെന്താണെന്ന് ഞാനിരുന്ന് പ്രാർത്ഥിച്ചു. സാജിപ്പാസത്തോടെ പറഞ്ഞു, പാസ്റ്റർ പ്രൈസലോ പാസ്റ്റർക്ക് അടുത്ത ബുധനാഴ്ച ഒരനർത്ഥം വരും. അടുത്ത ബുധനാഴ്ച വരും. ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ ഉണ്ട്, പേടിക്കണ്ട. പാസ്റ്റർ ഹോസ്പിറ്റലിലായാലും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്, പാസ്റ്റർ ഇല്ലേലും അതാൻ്റെ അർത്ഥം ആയാലും മ്യൂസിക് നൈറ്റ് നടത്തിക്കോളാം, പേടിക്കണ്ട. ദൈവം എന്നെ കാണിച്ച വെളിപ്പാടാണ്. സ്തോത്രം. ഞാൻ എന്നിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഈ ബുധനാഴ്ച നിങ്ങൾക്കറിയാം ദൈവം എന്നെ കാണിച്ച വെളിപ്പാട്. ആ ബുധനാഴ്ച ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഭക്ഷണം കഴിക്കാതെ ഈ മനുഷ്യൻ്റെ പ്രാണന് വേണ്ടി പ്രാർത്ഥിച്ചു, ഉപസിച്ചു. എൻ്റെ ആരും അല്ല, അദ്ദേഹം ഒരു ദൈവശുശ്രൂഷ നിവാസൻ, എൻ്റെ ഒരു സ്നേഹിതൻ. പക്ഷേ ദേഹത്തിന്റെ പ്രാണന അപകടം വരാതിരിക്കാൻ എന്തെടുത്തു? ഞാനൊരു ഭാഗം പ്രാർത്ഥിച്ചു. സ്തോത്രം. ഒരു ദിവസം അദ്ദേഹത്തിന് വേണ്ടി ഉപസിച്ചു. എന്താ അറിയാമോ? ഒരു ദൈവകൃത്യം നിൽക്കട്ടെ, അദ്ദേഹത്തെ കൊണ്ട് ദൈവം ചില കാര്യം ചെയ്യിക്കട്ടെ. ചിലര് തിരിഞ്ഞ എന്താ അറിയോ, എങ്ങനെങ്കിലും ഒരു തന്ന് കാഞ്ഞു കിട്ടിയാൽ മതി പറഞ്ഞാൽ ഇതാണ് ഈ ഹൃദയം. ദൈവം നമ്മുടെ ഒരാൾ പറഞ്ഞില്ല, എന്താ നോക്കും സംഭവിച്ചറിയാമോ? മ്യൂസിക് നൈറ്റിന് വേറൊരാളെ ക്ഷണിക്കാനായി തന്റെ ബൈക്ക് മാറ്റങ്ങോട്ട് പോകുകയാണ്. സ്തോത്രം. ബൈക്ക് റോഡിന് ക്രോസ് ചെയ്ത് അങ്ങോട്ട് സ്റ്റാൻഡിലോട്ട് വെക്കുകയും ഒരു കാർ വന്ന് ഒറ്റ ഇടിയ. അദ്ദേഹത്തിന്റെ ഗ്ലാസ്, ബൈക്കിന്റെ ഗ്ലാസ് ഇടിച്ച് പറിച്ചു ദൂരെ പോയി. ഒരു നല്ല വലക്കാനത്തിൽ കൂടി രക്ഷപ്പെട്ടു. മനസ്സിലായോ? എന്തോ വിഷയം? പ്രാർത്ഥന. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. ആ ദൈവത്തിന് പറഞ്ഞറിയാം, ആ മ്യൂസിക് നൈറ്റ് ഞാൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവിടെ ചെന്നപ്പോൾ ആ ദൈവത്തിന്റെ ഭൃത്യൻ പരസ്യമായിട്ട് ആ സ്റ്റേജിൽ വെച്ച് ഇത് ജനത്തിന് മുഴുവൊക്കെ പറഞ്ഞു. ഞാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വിളിച്ചു. അദ്ദേഹം എന്നോട് ഇങ്ങനെ ദൂത് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം എനിക്കത് സംഭവിച്ചു. ആ ബുധനാഴ്ച തന്നെ സംഭവിച്ചു. വൈകിട്ട് 5 വരെ കഴിഞ്ഞപ്പോൾ സംഭവിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് വിടുവിച്ചു. അതുവരെ നിങ്ങൾക്കൊരു വെളിപ്പാട് കണ്ടാൽ പ്രാർത്ഥിക്കണം, തിരിഞ്ഞു കിടന്നുറങ്ങരുത്. സ്തോത്രം. നമ്മളതിന് ഭാരമുള്ളവർ, മറ്റൊരാളുടെ വിഷയത്തിന് നമ്മൾ ഭാരമുള്ളവരായിരിക്കണം. അതാ ദൈവത്തിന്റെ സഭ. കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ സഭ സഭയുടെ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ഒരാമീൻ പറഞ്ഞു. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ സ്തോത്രം. കേറിയതേ ഉള്ളൂ, ചെയ്യിക്കുന്ന കാര്യം പറയാൻ പറ്റുമെന്ന് തോന്നില്ല. സ്തോത്രം. സ്വാമി ഇത് നിങ്ങൾ കുഴപ്പി. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. പിശാച് മനുഷ്യനിൽ കയറിയപ്പോൾ നടന്നത് കണ്ടോ? ആമേൻ. പ്രാണന് നേരെ പോരാടിയ ഗദർദേശത്തെ ഭൂതഗ്രസ്തൻ ആത്മാവിന്റെ ശക്തിയാൽ വിടുവിക്കപ്പെട്ടു. 18 വർഷമായി സ്തോത്രം യാതൊരു ജീവിത അനുഭവങ്ങളും പ്രാപിപ്പാൻ കഴിയാതെ പ്രാർത്ഥിക്കാത്തവളല്ല, ദേവാലയത്തിൽ വരാത്തവളല്ല. സ്തോത്രം. അവളെ കൂനിയായിരുന്ന അബ്രഹാമിന്റെ മകളെ എന്റെ കർത്താവ് അഴിച്ചു വിട്ടു. ദൈവത്തിന് സ്തോത്രം. ഭൂമയായ ഭൂതഗ്രസ്തനെ എന്റെ കർത്താവ് പുറത്താക്കി. ഒത്തിരി കാര്യങ്ങളുണ്ട്. 12 സംവത്സരം
രക്തസ്രാവക്കാരിയായ സ്ത്രീ എന്റെ അപ്പന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടു. അവൻ വേദപുസ്തകം പറഞ്ഞു, ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു അവളെ സൗഖ്യമാക്കി. അവള് ഭയന്ന് വിറച്ചുകൊണ്ട് പറഞ്ഞു, ഞാനാ തൊട്ടത്. അവളെ കർത്താവ് നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. സാധാരണ വിശ്വാസമൊന്നുമല്ല കേട്ടോ, വിശ്വാസം നിന്നെ രക്ഷിച്ചു. അടുത്ത് എഴുതിയിരിക്കുന്ന ഇപ്ര ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമാണ്. അവൻ അവിടെ ബ്ലീഡിങ് ബാധയായിരുന്നു. എത്ര പേർക്ക് പിടികിട്ടി? എത്ര പേർക്ക് മനസ്സിലായി? സഹോദരിമാർ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഭാഗം. നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ ഇങ്ങനെ വന്നാൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ബാധയുണ്ട്. ഇതിന്റെ മേൽ ഇന്ന് പകൽക്കാലം ജയമെടുത്ത പ്രാർത്ഥിക്കുന്ന തന്ത്രമാണ്. നിന്നെ നൂർത്ത് നടത്തരുത്. നാം നിന്റെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുകയാണ്, നിന്റെ ശരീരത്തെ തളർത്തുകയാണ്. നിന്റെ രക്തം ഊറിപ്പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം തകർന്നു. ഇതിനു വേണ്ടി വാദിക്കുന്ന അന്ധകാര മണ്ഡലം പിശാചിന്റെ തന്ത്രമാണ്. ദിവസങ്ങൾ അതിന്റെ മേൽ ജയമെടുത്താൽ സഹായിക്കട്ടെ. മൂന്നാമതൊരൊറ്റ കാര്യങ്ങൾ അവൻ പറഞ്ഞത് കൊണ്ട് ആമേൻ സ്തോത്രം. ഹാലലൂയ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. 3 പേരുമായിട്ട് ഞാൻ പറഞ്ഞത്. അവൻ 1 കൈവശമാക്കി, 2 കയറി, 3 തോന്നിച്ചു. ഇസ്രായേലിനെ എണ്ണാൻ തോന്നിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പിശാച് പലതും നമ്മളെ കൊണ്ട് കൊടുക്കും, തോന്നിപ്പിക്കും. സ്തോത്രം. ഇതിനാണ് ദൈവം നിന്നിൽ വേണ്ടി. അവൻ തോന്നിക്കുന്ന മുഖത്ത് നീ തകർന്നു പോകരുത്, നീ നശിച്ചു പോകരുത്. നിന്റെയും എന്റെയും ജീവിതത്തിൽ പലപ്പോഴും പലയിടത്ത് വെച്ചും പലതും തോന്നിക്കും. ഇതിൽ കുടുങ്ങി പോകരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു? ഹല്ലേലൂയ. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ആമേൻ സ്തോത്രം. ദിനവൃത്താന്തം എടുക്കേണ്ട സമയമില്ല. ദിനവൃത്താന്തം 28 നമ്മൾ വായിച്ചല്ലോ. ആമേൻ സ്തോത്രം. 21 നമ്മൾ വായിച്ചു. 1:21. ആമേൻ സ്തോത്രം. 7-ാമത്തെ വാക്യത്തിൽ ഹല്ലേലൂയ സ്തോത്രം വളരെ വ്യക്തമായി വേദപുസ്തകം എഴുതിയിരിക്കുന്നു. അവൻ എന്തൊടുത്തു ദൈവത്തോട് പറയുകയാണ്, ഞാൻ യഹോവയോട് പാപം ചെയ്തു. കുറ്റബോധം വന്നു. പക്ഷെ ദൈവം വിട്ടില്ല. അവൻ ഗാദ് പ്രവാചകനെ അയച്ചിട്ട് പറഞ്ഞു, ആമേൻ സ്തോത്രം. ഗാദി അവനോട് പോയി പറ 3 കാര്യം. 1, 3 വർഷം നിന്റെ ദേശത്ത് ക്ഷാമം. ശ്രദ്ധിച്ചോണം, പിശാച് തോന്നിച്ചതാ ദേശത്ത് ക്ഷാമം. 2, 3 മാസം ശത്രു നിന്നെ പിന്തുടരും. പിശാച് തോന്നിച്ചതിന്റെ പരിണിത ഫലം ഇല്ലെങ്കിൽ 3 ദിവസം സർവശക്തനായ ദൈവത്തിന്റെ ബാധ, മഹാമാരി നിന്റെ ദേശത്ത് സംഭവിക്കും. ആമേൻ. ഗാദ് പ്രവാചകൻ പറയാ, എന്നെ അയച്ചവനോട് ഞാൻ മറുപടി പറയേണ്ടതിന് ആലോചിച്ചോളാൻ. വാക്കൊക്കെ വായിക്കുമ്പോൾ ഹൃദയത്തിൽ നടുക്കം വരും പ്രിയപ്പെട്ടവരെ. എന്നെ അയച്ചവനോട് തിരിച്ച് ഞാൻ പോയി പറയേണ്ടത് എന്തോ പറയണമെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞോളാൻ. എന്തോ വരണമെന്ന്. പിശാച് കയറിയാൽ ക്ഷാമമുണ്ടാകും. പിശാച് കയറിയാൽ ശത്രു പിന്തുടരും. പിശാച് കയറിയാൽ ആമേൻ ഹല്ലേലൂയ ചില തോന്നിച്ചാൽ ചില അനർത്ഥങ്ങൾ, മഹാമാരി സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ദാവീദ് തെരഞ്ഞെടുത്തത് മനുഷ്യന്റെ വഴിയല്ല. ദാവീദ് പറഞ്ഞു, ഞാൻ മനുഷ്യന്റെ കയ്യിൽ വീഴരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയാമോ? ദാവീദിന് അറിയാം മനുഷ്യന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം. സ്നേഹിച്ച പലരും ഇല്ലേ, സ്നേഹിച്ച പലരും, കൊടുത്ത പലരും, ഹല്ലേലൂയ സ്തോത്രം, കരുതുമെന്ന് ചിന്തിച്ച പലരും കൈവിട്ട സാഹചര്യം നിങ്ങളുടെ അന്തരംഗത്തിലൂടെ ഓർമ്മയില്ല പ്രിയപ്പെട്ടവരെ. ദാവീദിന് നന്നായിട്ട് അറിയാം മനുഷ്യൻ കൈവിടും, കൈവിടാത്തവൻ ഒരു സങ്കീർത്തനം പറഞ്ഞു, മനുഷ്യനിൽ പറഞ്ഞു നല്ലത്. പ്രൈസ് ദി ലോർഡ്. അവൻ പറഞ്ഞതറിയാമോ? ഞാൻ മനുഷ്യന്റെ കയ്യിൽ വീഴരുത്, ഞാൻ യഹോവയുടെ കയ്യിൽ വീഴട്ടെ. അവൻ നമ്മളോട് ദയ കാണിക്കാൻ പിശാചിന് മനസ്സില്ല, മനുഷ്യർക്ക് മനസ്സില്ല. എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, എന്റെ തമ്പുരാൻ 3 ദിവസത്തെ മഹാമാരി സംഭവിച്ചു. ഒരുത്തന് തോന്നിച്ചത് കൊണ്ട്, എണ്ണാൻ തോന്നിച്ചത് കൊണ്ട് 70,000 പേര് ബാധയാൽ മരിച്ചു. മനസ്സിലായോ? Praise the Lord. സ്തോത്രം. പത്രോസിന്റെ ലേഖനത്തിൽ അവൻ അപ്പോസ്തലനാകുന്ന പത്രോസ് 5 ആമേൻ സ്തോത്രം 6-7 വാക്യത്തിൽ പറയുകയാണ്, ആരെ വിഴുങ്ങേണ്ടു എന്നും പറഞ്ഞവൻ എന്തൊടുക്കുക? ചുറ്റി നടക്കുക. ഉപുച്ചിയോട് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് പറഞ്ഞവൻ എന്തൊടുക്കുന്നു? ചുറ്റി നടക്കുക. Praise the Lord. ഇന്ന് രാത്രി ഈ സന്ധ്യായാമത്തോടടുത്ത സാഹചര്യത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്നെ വിഴുങ്ങാനിടവരരുത്. ഇവൻ വിഴുങ്ങുന്നവനാണ്, ഇവൻ വിഴുങ്ങുന്നവനാണ്. സ്തോത്രം. ആമേൻ. നിങ്ങൾ അവിടെ വിഴുങ്ങുന്നത് എന്തുവാ? പാമ്പ.
സ്തോത്രം. മനസ്സിലായോ? ഏത് പാമ്പ്? സ്തോത്രം. ഏതെങ്കിലും ചെന്ന് പഴയ പാമ്പ്. ഇപ്പോഴും അവൻ എന്തെടുത്തോണ്ടിരിക്കുക? അവൻ സിംഹം പോലെ അലറും, പക്ഷേ യുവ പാമ്പാ സൈസ് വീഴുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പിശാചിന്റെ തന്ത്രങ്ങളെ നമുക്ക് തിരിച്ചറിയാം. നാം പരാജയപ്പെടരുത്. Praise the Lord. ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനം വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ പോവുകയാണ്. ആമീൻ. സ്തോത്രം. വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപൂർണ്ണമാകട്ടെ. ചില മേഖലകളൊക്കെ ഞാൻ തൊട്ടു. Praise the Lord. ആമീൻ. സ്തോത്രം. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇത്രയേ പറ്റത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എങ്കിലും പിശാച് എങ്ങനെ ഉണ്ടായി? പിശാചിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച്, പിശാച് എന്തൊക്കെയാണ് മനുഷ്യനിൽ ചെയ്യുന്നത്, അവൻ ചെയ്യുന്ന ഇഞ്ചക്ഷനെ കുറിച്ച് ഒക്കെ ഞാൻ എന്തെടുത്തു വളരെ വേഗത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. Praise the Lord. പിശാച് 3 കാര്യം ചെയ്യും. 1, 2 കിടക്കും. 3 പലതും നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കും. ഇതിന്റെ നടുവിൽ ഹല്ലേലൂയ, നീ പരാജയപ്പെടരുത്. ബ്രദർ, സിസ്റ്റർ, നീ പരാജയപ്പെടരുത്. അവന്റെ തന്ത്രത്തെ തിരിച്ചറിയണം. അതിനെ ജയിപ്പാൻ ആത്മാവിന്റെ അമിത ബലം, അമിത ബലം ഈ ദിവസങ്ങളിൽ ധരിച്ച് കർത്താവിൽ ദേശത്ത് വർദ്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ട സഭയായി ദൈവമക്കളായി നല്ല കുടുംബജീവിതം നയിക്കുന്ന സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട കുടുംബമായി കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും തീർക്കട്ടെ എന്ന് ആത്മാവിൽ ആഗ്രഹിച്ചും ആശംസിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.